നമസ്കാരം. ഇപ്പോൾ കമ്പ്യൂട്ടറിന്റെ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ CPU കുറിച്ചായിരുന്നു കുറച്ച് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നേ. അപ്പോൾ അതിന്റെ നോട്ടും കാര്യങ്ങളൊക്കെ തന്നിട്ടുണ്ടായിരുന്നു. എല്ലാവരും നോട്ടൊക്കെ ഫില്ല് ചെയ്ത് കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മൾ ഇതിന്റെ ബാക്കിയായിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിന്റെ ഒരു കണ്ടിന്യൂറ്റി കിട്ടാൻ വേണ്ടി മാത്രം ജസ്റ്റ് ഒന്ന് CPU കുറിച്ച് ഒന്നുകൂടി ഒന്ന് ഓടിച്ചു പറയുകയാണ്. ഡീപ്പായിട്ടല്ല, ജസ്റ്റ് ഒന്ന് ഓടിച്ചു പറയുകയാണെങ്കിൽ നമ്മൾ പറയുന്നത് കമ്പ്യൂട്ടറിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഏരിയനെയാണ് നമ്മൾ CPU അല്ലെങ്കിൽ സെൻട്രൽ പ്രോസസ്സിംഗ് യൂണിറ്റ് എന്ന് പറയാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ CPU തന്നെ നമ്മൾ മൂന്ന് ഭാഗങ്ങളായിട്ട് തിരിക്കുന്നു. CPU, ALU, കൺട്രോൾ യൂണിറ്റ് എന്ന് പറഞ്ഞാൽ 3 ലോജിക്കൽ പാർട്സുകൾ ഉണ്ടെന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് CPU, കമ്പ്യൂട്ടറിന്റെ തലച്ചോറ് എന്നറിയപ്പെടുന്നു. എല്ലാ സിഗ്നലുകളും ഒരു യൂസർ നൽകുന്ന എല്ലാ നിർദ്ദേശങ്ങളെയും പ്രോസസ്സ് ചെയ്തിട്ട് അല്ലെങ്കിൽ എക്സിക്യൂട്ട് ചെയ്ത് ഒരു റിസൾട്ട് ആക്കി എടുക്കുന്ന ഒരാൾ എന്ന് പറയുന്നത് CPU എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ അതിൽ വളരെ പ്രധാനപ്പെട്ട ഒരാളാണ് ALU, അരിത്തമെറ്റിക് ആൻഡ് ലോജിക്കൽ കൺട്രോൾ യൂണിറ്റ്. കുറെ അരിത്തമെറ്റിക്കൽ ഓപ്പറേറ്റേഴ്സ് ഏതാണെന്നും കുറച്ച് ലോജിക്കൽ ഓപ്പറേറ്റേഴ്സ് ഏതാണെന്നും അതെന്തുകൊണ്ടാണ് CPU ഇത്രയും പ്രധാനപ്പെട്ട ഒരു ഭാഗമായി മാറാനുള്ള കാരണം ബൈനറി ലാംഗ്വേജ് 0, 1 നമ്പർ സിസ്റ്റം എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മളെ കൺട്രോൾ യൂണിറ്റിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മളെ CPU ഉള്ളിൽ കുറേ പ്രവർത്തനങ്ങൾ അല്ലെങ്കിൽ കമ്പ്യൂട്ടർ സിസ്റ്റത്തിന്റെ ഉള്ളിൽ ഒരുപാട് ആക്ടിവിറ്റീസ് നടക്കും. ഇതിനെല്ലാം കൺട്രോൾ ചെയ്യുകയും മാനേജ് ചെയ്യുകയൊക്കെ ചെയ്യുന്ന CPU ഒരു ഭാഗത്തിനെയാണ് നമ്മൾ പിന്നെ കൺട്രോൾ യൂണിറ്റ് എന്നുള്ള രീതിയിലൊക്കെ നമ്മൾ കുറച്ച് കാര്യങ്ങളായിരുന്നു കഴിഞ്ഞ ക്ലാസ്സുകളിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതെല്ലാവരും ഓക്കെ ആണെന്ന് വിചാരിക്കുന്നു. കൂടുതൽ ഡൗട്ടുകളൊന്നും ആരും അതങ്ങനെ ചോദിച്ചിട്ടൊന്നുമില്ല. അപ്പോൾ ഞാൻ വിശ്വസിക്കുന്ന എല്ലാവർക്കും ഓക്കെ ആണെന്നുള്ള രീതിയിലാണ്. അപ്പോൾ അതിന്റെ ബാക്കിയായിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ അല്ലേ? അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ വിട്ടുപോയിട്ടുള്ള ഒരു ചെറിയൊരു ടോപ്പിക് ഉണ്ടായിരുന്നു. ടോപ്പിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നമ്മൾ സിലബസ് ഓറിയന്റഡ് ആയിട്ടുള്ള വലിയ കാര്യമല്ല, പക്ഷെ നമ്മൾ ഈ കോമ്പറ്റേറ്റീവ് എക്സാംസിനൊക്കെ കൂടുതലായിട്ടുള്ള ഇടയ്ക്കൊക്കെ കണ്ടായിരുന്ന ഒരു ക്വസ്റ്റ്യൻ ഓറിയന്റഡ് ആയിട്ടുള്ള ഒരു ചെറിയൊരു ടോപ്പിക് നമ്മൾ പഠിച്ചതാണ്. ഓൾറെഡി നമ്മളിപ്പോൾ എല്ലാ കാര്യങ്ങളും ഡിസ്കസ് ചെയ്തതാണ്. അപ്പോൾ അതിൽ ഒരു എക്സാം ഓറിയന്റഡ് ആയിട്ട് അല്ലെങ്കിൽ ഒരു PSC മോഡൽ അല്ലെങ്കിൽ ഒരു കോമ്പറ്റേറ്റീവ് എക്സാമിൽ സാധാരണയായിട്ട് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യന് ഒന്ന് ഡിസ്കസ് ചെയ്യാണ്. അപ്പോൾ അതിലൊരു 3 ടേമുകളാണ് നമ്മൾ ഈ CPU പറയുമ്പോൾ അതിന്റെ കൂടെ തന്നെ പറയേണ്ട കാര്യമാണ്. നമ്മൾ പറഞ്ഞിട്ടുണ്ട് 3 വാക്കുകളും നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഇടയ്ക്കിടയ്ക്ക് ഞാൻ പറയായിരുന്നു പ്രോസസ്സ് ചെയ്യുക എന്ന് പറഞ്ഞിട്ട് അതൊരു പ്രോസസ്സാണ്, എക്സിക്യൂട്ടാണ്, അങ്ങനെയൊക്കെ ഒരു കാര്യങ്ങൾ പറയണ്ടായിരുന്നു. പിന്നെ CPU കാര്യം പറയുമ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു പ്രോസസ്സർ, സെൻട്രൽ പ്രോസസ്സിംഗ് യൂണിറ്റ് ആണ് ഇത്, പ്രോസസ്സറാണ്. നമ്മൾ 4th ജനറേഷന്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോൾ മൈക്രോ പ്രോസസ്സർ എന്ന് പറഞ്ഞ ഒരു ടെക്നോളജിയാണ് യൂസ് ചെയ്യാന്നൊക്കെയുള്ള രീതിയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ ഇടയ്ക്ക് ഞാൻ പറയണ്ടായിരുന്നു പ്രോസസ്സിംഗ് എന്നൊക്കെ നമ്മൾ ഇടയ്ക്ക് പറയാറുണ്ടായിരുന്നു. അപ്പോൾ കണ്ടു കഴിഞ്ഞപ്പോൾ ഏകദേശം ഒരേ സൗണ്ട് അല്ലെങ്കിൽ ഒരേ പ്രൊനൗൺസിയേഷൻ വരുന്നൊരു രീതിയിലുള്ള 3 വേർഡുകളാണ്, നമ്മുടെ ടെക്നിക്കൽ വേർഡുകളാണ്. പ്രത്യേകിച്ച് നമ്മൾ CPU കുറിച്ച് ഡിസ്കസ് ചെയ്യുമ്പോൾ ഈ 3 ആൾക്കാരെ നമ്മൾ എപ്പോഴും പറയാറുണ്ട് ഇടയ്ക്കിടയ്ക്ക്. പക്ഷേ ഈ 3 പേരും കാണാൻ ഒരുപോലെ അല്ലെങ്കിൽ സംസാരിക്കുമ്പോൾ സൗണ്ട് ഒരേപോലെ ആണെങ്കിലും മീനിങ് 3 മീനിങ് ഉണ്ട്. അപ്പൊ ഈ 3 മീനിങ്ങിനെ ബേസ് ചെയ്തിട്ടൊക്കെ കുറെ ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മൾ ചോദിക്കും. അപ്പൊ ഏതാ ക്വസ്റ്റ്യൻ വരാമെന്നൊന്നും ചോദിച്ചു കഴിഞ്ഞാൽ ഈ 3നും ഓറിയന്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. അപ്പൊ ഈ മൂന്നും തമ്മിലുള്ള ഒരു വ്യത്യാസം ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കുകയാണെങ്കിൽ നമുക്ക് ഇത് ബേസ് ചെയ്തിട്ടുള്ള ഏത് ക്വസ്റ്റ്യൻസ് വന്നു കഴിഞ്ഞാൽ നമുക്ക് അറ്റൻഡ് ചെയ്യാം. മീൻസ് ഞാൻ പറയുന്നത് നമ്മളെ സിലബസ് ഓറിയന്റഡ് ആയിട്ടുള്ള നമ്മളെ JDCക്ക് ഒരു എക്സാം ക്വസ്റ്റ്യൻ അല്ല ഞാൻ പറയുന്നത്, ഒരു കോമ്പറ്റേറ്റീവ് എക്സാമിനൊക്കെ ചോദിക്കാൻ സാധ്യതയുള്ളൊരു ക്വസ്റ്റ്യൻ എന്നുള്ള രീതിയിൽ. ഓക്കെ, അപ്പോൾ ജസ്റ്റ് ഒന്ന് പറയുന്നുള്ളൂ. അപ്പോൾ പ്രോസസ്സ് എന്താണെന്ന് നമ്മൾ പല കാര്യങ്ങളിലും നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. CPU ചെയ്യുന്ന പണി എന്ന് പറഞ്ഞ പ്രോസസ്സാണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ വളരെ സിമ്പിളായിട്ട് ഓർത്തിരിക്കുക. എനിക്ക് ജസ്റ്റ് CPU ആകെ ഒരു 2 കാര്യങ്ങളാണ് ചെയ്യേണ്ടത്. 5+2 എന്ന് പറഞ്ഞൊരു കാര്യം ചെയ്തു തരണം. ഈ ഒരു സാധനത്തിനെയാണ് നമ്മൾ പ്രോസസ്സ് എന്ന് പറയുക. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു യൂസർ കമ്പ്യൂട്ടറിലേക്ക് കൊടുക്കുന്ന ഒരു ജോബ് അല്ലെങ്കിൽ ഒരു ടാസ്കിനെയാണ് നമ്മൾ എന്ത് പറയുക, പിന്നെ പ്രോസസ്സ് എന്ന് പറയാം. പറഞ്ഞാൽ ഇവിടെ ഞാൻ 5+2 എന്ന് പറയുന്നത് കമ്പ്യൂട്ടറിന് ചെയ്യാൻ കൊടുത്തിട്ടുള്ള ഒരു ടാസ്ക് ആണല്ലോ, അല്ലെങ്കിൽ ഒരു ജോബ് ആണല്ലോ. ഈ ജോബിനെ ടെക്നിക്കലി വിളിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു പ്രോസസ്സ് ആണെന്ന് പറഞ്ഞാൽ എനിക്ക് 5ഉം 2ഉം കൂടെ കൂട്ടുക എന്ന് പറയുന്നത് ഒരു പ്രോസസ്സ് ആണെന്ന് പറയും. ക്ലിയർ ആണ്? ഇനി രണ്ടാമത്തെ ആളാണ് പ്രോസസ്സർ എന്ന് പറഞ്ഞാൽ നമ്മുടെ CPU തന്നെയാണ് നമ്മൾ എന്ത് വിളിക്കുക, പ്രോസസ്സർ എന്ന് പറയുക. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഈ 2ഉം അല്ലെങ്കിൽ ഈ 5ഉം 2ഉം കൂടെ കൂട്ടിത്തരുന്ന ഒരാൾ, അതിനെയാണ് നമ്മൾ പ്രോസസ്സർ എന്ന് പറഞ്ഞത്. അപ്പോൾ ആ ടാസ്കിനെ നമ്മൾ പ്രോസസ്സ് എന്ന് വിളിക്കും. ആരാണോ എനിക്ക് ആ ടാസ്ക് എക്സിക്യൂട്ട് ചെയ്തു തരുന്ന അല്ലെങ്കിൽ ചെയ്തു തരുന്ന ആ ഒരു ആളിനെ നമ്മൾ പ്രോസസ്സർ എന്ന് പറഞ്ഞാൽ, നമ്മുടെ കേസിൽ CPU നമ്മൾ പ്രോസസ്സർ അല്ലെങ്കിൽ മൈക്രോ പ്രോസസ്സർ എന്ന് വിളിക്കുന്നത് നമ്മുടെ CPU ആണ്. അപ്പോൾ ചെയ്തു തരുന്ന ആളെ നമ്മൾ പ്രോസസ്സർ എന്ന് പറയും. ഇനി ലാസ്റ്റത്തെ ഒരു ടൈമിനെയാണ് നമ്മൾ പ്രോസസ്സിംഗ് എന്ന് പറഞ്ഞത്. അപ്പോൾ പ്രോസസ്സിംഗ് എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയാലോ, പ്രോസസ്സ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്ന് പറഞ്ഞാൽ ഈ 5+2 = 7 എന്ന് കിട്ടണമല്ലോ. നമ്മൾ കമ്പ്യൂട്ടർ നമുക്ക് എന്ത് തരണം, 5+ = 7 എന്ന് തരണം. അപ്പോൾ ഈ ഒരു ടൈം ഉണ്ടാവുമല്ലോ, ഇപ്പൊ 5നെയും 2നെയും കൂടെ കൂട്ടിയിട്ട് 7 എന്ന് എത്തിക്കാൻ എടുക്കുന്ന ഒരു സമയമുണ്ടല്ലോ, അതിനെയാണ് നമ്മൾ പ്രോസസ്സിംഗ് എന്ന് പറയുക. ആ ഒരു റിസൾട്ടിലേക്ക് കമ്പ്യൂട്ടർ എത്തിപ്പെടുന്ന അല്ലെങ്കിൽ ഒരു ടാസ്ക് കൊടുത്തു കഴിഞ്ഞാൽ അതിനെ റണ്ണിങ് ടൈമിനെയാണ് നമ്മൾ പ്രോസസ്സിംഗ് എന്ന് പറയുക. അപ്പോൾ ഈ ഒരു ടൈം ജസ്റ്റ് ഒന്ന് ഇതും കൂടെ ഒന്ന് ഓർത്തിരിക്കുക. അത് CPU കൂടെ തന്നെയാണ്. നമ്മളിപ്പോൾ CPU പറഞ്ഞപ്പോൾ ഈ പേരുകളൊക്കെ ഞാൻ വീണ്ടും സംസാരത്തിന്റെ ഇടയിൽ എന്തെങ്കിലും വന്നിട്ടുണ്ടാവും. അപ്പൊ അത് തമ്മിലുള്ള ഒരു വ്യത്യാസം എന്നുള്ള രീതിയിൽ നിങ്ങളൊന്ന് ജസ്റ്റ് ഈ 3 കാര്യങ്ങളൊന്ന് ഓർത്തിരിക്കുക. പ്രോസസ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കമ്പ്യൂട്ടറിന് നമ്മളൊരു യൂസർ കൊടുക്കുന്ന ടാസ്കിനെയാണ് നമ്മൾ
പ്രോസസ് എന്ന് വിളിക്കുക. പ്രൊസസ്സർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരാണോ നമുക്ക് ആ ടാസ്ക് കംപ്ലീറ്റ് ചെയ്തത് അതിനെയാണ് നമ്മൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ CPU-നെയാണ് പ്രോസസ്സർ എന്നെങ്കിലും ജസ്റ്റ് ഓർത്തിരിക്കുക. ആ ടാസ്ക് റൺ ചെയ്യുന്ന ആ ടൈമിനെ അല്ലെങ്കിൽ നമുക്കൊരു റിസൾട്ടിലേക്ക് എത്തിച്ചു വരുന്ന ഒരു സമയത്തിനെയാണ് നമ്മൾ പ്രോസസ്സിംഗ് ടൈം അല്ലെങ്കിൽ പ്രോസസ്സിംഗ് എന്നുള്ള രീതിയിൽ പറയാമെന്ന് ജസ്റ്റ് ഓർത്തിരിക്കുക. ക്ലിയർ അല്ലേ? അപ്പൊ ഞാനത് ഈ CPU-ന്റെ കാര്യത്തിൽ ഒന്ന് വിട്ടുപോയതായിരുന്നു. അപ്പോൾ ഈ കാര്യം കൂടെ ഒന്ന് ജസ്റ്റ് ഒന്ന് മൈൻഡിൽ വെക്കുക. ഓക്കെ, അപ്പൊ ഇനിയാണ് നമ്മൾ ശരിക്കും നമ്മുടെ ഇന്നത്തെ ക്ലാസ്സിലേക്ക് പോകുന്നത്. ഇന്നത്തെ ക്ലാസ് നമ്മളിപ്പോൾ ഇൻപുട്ട് കഴിഞ്ഞു, CPU കഴിഞ്ഞു. ഇനി അടുത്ത് നമുക്ക് ഒബ്വിയസ്ലി കംപ്ലീറ്റ് ചെയ്യാനായിട്ടുള്ളൊരു ഏരിയ എന്ന് പറയുന്നത് നമ്മുടെ മെമ്മറി മാനേജ്മെന്റ് ഏരിയ അല്ലെങ്കിൽ മെമ്മറി യൂണിറ്റുകളെ കുറിച്ചാണ് നമുക്ക് പറയാനുള്ളത്. അപ്പൊ നമ്മുടെ സ്ട്രക്ചറിൽ തന്നെ 2 മെമ്മറികളെ നമ്മൾ ഉണ്ടെന്നൊക്കെ നമ്മൾ ജസ്റ്റ് അന്നത്തെ ഫസ്റ്റ് ക്ലാസ്സിലൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പ്രൈമറി മെമ്മറി ഉണ്ട്, സെക്കൻഡറി മെമ്മറി. അപ്പൊ നമ്മൾ വരുന്ന കുറച്ച് ക്ലാസ്സുകളിൽ ഇനി നമ്മൾ ഒരു 2 ക്ലാസ്സുകളിൽ 2 or 3 ക്ലാസ്സുകളിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഈ മെമ്മറി യൂണിറ്റുകളെ കുറിച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ഥിരമായിട്ട് നമുക്ക് ഒരു essay ക്വസ്റ്റ്യൻ പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ഏരിയയാണ് മെമ്മറി മാനേജ്മെന്റ്. അല്ലെങ്കിൽ മെമ്മറിനെ കുറിച്ച് ഒരു 10 മാർക്കിനുള്ള ഏരിയ ഉണ്ട്. അത്രയും ഡീപ്പായിട്ടുള്ള ഒരു സംഭവമാണ്. ഒരുപാട് പഠിക്കാനുള്ള ഒരു ഏരിയ ആണ്. പക്ഷെ നമുക്കൊരു 10 മാർക്ക് ഒരു essay ക്വസ്റ്റ്യൻ എന്നുള്ള രീതിയിൽ കുറച്ച് അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു അഡ്വാൻസ് മോഡിൽ തന്നെ നമുക്ക് മെമ്മറിയെ കുറിച്ച് പഠിക്കാനുണ്ട്. അപ്പൊ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ജസ്റ്റ് ഒരു ഓവറോൾ ഒരു ഐഡിയ തരിക എന്നുള്ളത് മാത്രമാണ്. എന്താണ് മെമ്മറി, എന്തിനു വേണ്ടിയിട്ടാണ്, അതിനെങ്ങനെയാണ്, നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യങ്ങളാണ്. കുറെ പേർക്കും നല്ല രീതിയിൽ അറിയുന്ന ഒരു ഏരിയ തന്നെയാണ്. അല്ലെങ്കിൽ നമ്മൾ സ്ഥിരമായിട്ട് യൂസ് ചെയ്യുന്ന ഒരാളാണ്. അപ്പൊ അതിൻ്റെതായ കുറച്ച് ചിലപ്പോൾ നമുക്ക് അത് ടെക്നിക്കലി കൺവേർട്ട് ചെയ്യുമ്പോൾ ഒരു ചെറിയൊരു ഇത് ഇങ്ങനെയായിരുന്നല്ലോ, നമുക്ക് അറിയുന്ന കുറെ കാര്യങ്ങൾ ടെക്നിക്കലേക്ക് പറയുമ്പോൾ അത് ഇങ്ങനെയായിരുന്നല്ലോ എന്നുള്ളൊരു ഒരു പഠനം മാത്രമാണ് ഇപ്പോൾ നമുക്ക് മെമ്മറി മാനേജ്മെന്റിൽ മെയിൻ ആയിട്ട് വരുന്നുള്ളൂ. ഓക്കെ അല്ലേ? അപ്പോൾ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ജസ്റ്റ് ഒന്ന് എന്താണ് മെമ്മറി, എന്തിനു വേണ്ടിയിട്ടാണ് മെമ്മറി, അതിലുള്ള കുറച്ച് ടേംസുകളും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ മെമ്മറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമുക്കറിയാം ഒരു കമ്പ്യൂട്ടറിനെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനം അല്ലെങ്കിൽ ഒരു യൂസർ ഏറ്റവും കൂടുതൽ പ്രാധാന്യം നൽകുന്ന ഒരു ഏരിയ തന്നെയാണ് മെമ്മറി എന്ന് പറഞ്ഞാൽ. അപ്പൊ ഇപ്പൊ നിങ്ങൾ പ്രൈമറി മെമ്മറി എന്താ, സെക്കൻഡറി മെമ്മറി എന്താണെന്ന് ആലോചിക്കേണ്ടതൊക്കെ നമുക്ക് വരുന്ന ക്ലാസ്സുകളിൽ നോക്കാം. ജസ്റ്റ് ഇപ്പൊ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എന്തിനു വേണ്ടിയിട്ടാണ് മെമ്മറി എന്നുള്ളത്. ഇപ്പൊ നമ്മൾ ജനറേഷനൊക്കെ പറഞ്ഞപ്പോൾ പഠിച്ചിട്ടുണ്ടായിരുന്നു, ഫസ്റ്റ് ജനറേഷൻ കമ്പ്യൂട്ടറുകളിലൊന്നും ഒരിക്കലും ഒരു മെമ്മറി എന്ന് പറയുന്ന ഒരു സംഭവം ഒന്നും വന്നിട്ടില്ലായിരുന്നു. അതിനുശേഷം നമ്മൾ പിന്നീട് പഠിച്ചിട്ടുള്ള ഓരോ ജനറേഷനെ കുറിച്ച് പറയുമ്പോൾ അതിലൊരു പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ആയിട്ട് തന്നെ നമ്മൾ പറയുമായിരുന്നു മെമ്മറി കപ്പാസിറ്റി കൂടി, മെമ്മറി കപ്പാസിറ്റി പഴയനെ വെച്ച് നോക്കുമ്പോൾ പുതിയതിന് മെമ്മറി കപ്പാസിറ്റി കൂടി എന്ന് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. കാരണം നിങ്ങൾ എക്സാമിന് വിട്ടുപോകാണ്ട് എഴുതേണ്ട ഒരു പോയിന്റ് ആണ് മെമ്മറി കപ്പാസിറ്റിന്റെ കാര്യത്തിൽ ഉണ്ടായിട്ടുള്ള ഇംപ്രൂവ്മെന്റ് നമ്മൾ മെൻഷൻ ചെയ്യാറുണ്ട്. അപ്പൊ തന്നെ നമുക്കറിയാം ഒരു യൂസർ അല്ലെങ്കിൽ ഒരു കമ്പ്യൂട്ടറിനെ സംബന്ധിച്ചിടത്തോളം ഒരു യൂസർ ഒരു മെമ്മറിക്ക് അല്ലെങ്കിൽ ഒരു സ്റ്റോറേജ് ഏരിയക്ക് എത്രത്തോളം പ്രാധാന്യം കൊടുക്കുന്നുണ്ട്. അതിന്റെ കാരണം ഇത്രേ ഉള്ളൂ. വലിയ ടെക്നിക്കലായിട്ട് വലിയ കാർഡ് കയറി ചിന്തിക്കാനൊന്നുമില്ല. ജസ്റ്റ് ഇത്രേ ഉള്ളൂ. ഈ മെമ്മറി എന്ന് പറയുന്ന ഒരു സാധനത്തിന്റെ കണ്ടുപിടുത്തം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ സിമ്പിളാണ്. നമ്മൾ നല്ല മടിയന്മാരാണ്. അപ്പോൾ ഇന്ന് ചെയ്തിട്ടുള്ള പണി എനിക്ക് നാളെ ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ, ഇന്ന് ഞാനൊരു കാര്യം ചെയ്തിട്ടുണ്ടെങ്കിൽ ആ കാര്യം എനിക്ക് നാളെ റിപ്പീറ്റ് ചെയ്യുക എന്ന് പറയുന്നത് നല്ലൊരു എന്താ പറയുക, നമുക്ക് ഫെഡപ്പാണ് അല്ലെങ്കിൽ നമുക്ക് നല്ല മടിയുള്ള കാര്യങ്ങളൊക്കെയാണ്. അല്ലെങ്കിൽ നമ്മുടെ ടൈം വേസ്റ്റ് കുറെ നമ്മൾ വേറെ പല കാര്യങ്ങൾക്കും ചെയ്യേണ്ട ടൈം നമുക്ക് ഇതിന് വേണ്ടിയിട്ട് വീണ്ടും യൂട്ടിലൈസ് ചെയ്യേണ്ടി വരും. അപ്പോൾ അങ്ങനെ ഇത്രയുള്ളൊരു ചിന്തയിൽ നിന്നാണ് ശരിക്കും എന്താ പറയുക ഒരു മെമ്മറി എന്ന് പറയുന്ന ഒരു സാധനം കണ്ടുപിടിക്കണം. പറഞ്ഞാൽ ഇന്ന് ചെയ്ത പണി എനിക്ക് എവിടെയെങ്കിലും ഒന്ന് സൂക്ഷിച്ചു വെക്കണം, അത് നാളെ വന്നു കഴിഞ്ഞാൽ അത് അവിടെ ഉണ്ടാവണം. ഇതാണ് മെയിൻ ആയിട്ടുള്ളൊരു മെമ്മറിന്റെ ഒരു ഉപയോഗം എന്ന് പറഞ്ഞാൽ. ഇപ്പൊ മെമ്മറി എന്താന്ന് വെച്ചാൽ അല്ലെങ്കിൽ ഒരു സ്റ്റോറേജ് ഡിവൈസ് എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും ബേസിക് ആയിട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് എന്തെങ്കിലും ഒരു ഡാറ്റയെയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഇൻഫർമേഷനെയോ നമ്മൾ സൂക്ഷിച്ചു വെക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ഡിവൈസിനെയാണ് അല്ലെങ്കിൽ ഒരു ടെക്നോളജിനെയാണ് നമ്മൾ എന്താ പറയാ മെമ്മറി യൂണിറ്റ്സ് അല്ലെങ്കിൽ സ്റ്റോറേജ് ഡിവൈസസ് എന്നൊക്കെ പറയാം. എന്നാൽ ഇത്രയേ ഉള്ളൂ. നമ്മുടെ കയ്യിൽ കുറെ ഡാറ്റകൾ ഉണ്ടാവാം, ചിലപ്പോൾ അതൊരു ഇൻഫർമേഷൻ ആവാം, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലുമൊക്കെ എന്തും ആവാം. അത് സാധനങ്ങളൊക്കെ നമുക്ക് കമ്പ്യൂട്ടറിലോ അല്ലെങ്കിൽ നമ്മുടെ ഫോണിലോ സൂക്ഷിച്ചു വെക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഡിവൈസിനെ അല്ലെങ്കിൽ ഒരു ഏരിയനെയാണ് നമ്മൾ മെമ്മറി എന്ന് പറയുന്നത്. ഇപ്പൊ മെമ്മറിന്റെ ഏറ്റവും അടിസ്ഥാനം അല്ലെങ്കിൽ അടിസ്ഥാനം എന്നല്ല, ഈ ഒരു പണി മാത്രമേ മെമ്മറിക്ക് അറിയുള്ളൂ. എന്തെങ്കിലും ഒരു കാര്യം സൂക്ഷിച്ചു വെക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന കമ്പ്യൂട്ടറിന്റെ ഒരു ഭാഗത്തിനെയാണ് നമ്മൾ മെമ്മറി എന്നൊക്കെ പറയാം. അപ്പൊ ആ മെമ്മറിനെ കമ്പ്യൂട്ടറിന്റെ കാര്യത്തിൽ മെയിൻ ആയിട്ട് 3 ആയിട്ടൊക്കെയാണ് നമ്മൾ തിരിക്കുന്നത്. ഇവിടെ നമ്മളിപ്പോൾ പ്രൈമറി മെമ്മറി, സെക്കൻഡറി മെമ്മറി എന്ന് പറഞ്ഞിട്ട് ഇവർ രണ്ടുപേരാണ് ഏറ്റവും പ്രധാനം. പിന്നെ ഒരു ചെറിയൊരു ഇന്റേണൽ പ്രോസസിംഗ് മെമ്മറി എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു ഏരിയ ഒക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ നമ്മൾ അടുത്ത ക്ലാസ്സിൽ ഓർത്തിരിക്കും. ഇപ്പൊ നിങ്ങൾ ജസ്റ്റ് ഇത്ര അറിഞ്ഞിരിക്കുക, മെമ്മറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കമ്പ്യൂട്ടറിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഏരിയ തന്നെയാണ്. ഒരു യൂസറിനെ സംബന്ധിച്ചുള്ള ആ യൂസർ ഏറ്റവും കൂടുതൽ കൺസേൺ ചെയ്യുന്ന ഒരു ഏരിയ എന്ന് പറഞ്ഞാൽ കമ്പ്യൂട്ടറിനെ സംബന്ധിച്ചുള്ള മെമ്മറി ആണ്. ഇപ്പൊ ബേസിക് ആയിട്ട് നോക്കിയാൽ നമ്മളിപ്പോൾ ഒരു ഫോൺ വാങ്ങാൻ പോകുമ്പോൾ നമ്മൾ
അതാണെന്ന് നമ്മളൊന്നും ചിന്തിക്കാറില്ല. അല്ലെങ്കിൽ അതിലുള്ള ആൻഡ്രോയിഡ് വേർഷൻ ഏതാന്നൊക്കെ ചിന്തിക്കുന്നവർ വളരെ കുറച്ച് പേരേ ഉണ്ടാവുള്ളൂ. പക്ഷെ ഒരു 90% ആൾക്കാരും ചിന്തിക്കും അതിന് എത്രയാണ് റാം, എത്രയാണ് GB ഇന്റേണൽ സ്റ്റോറേജ് ഉണ്ട്, അല്ലെങ്കിൽ എത്ര പിന്നെ എക്സ്റ്റേണൽ സ്റ്റോറേജ് എത്രത്തോളം ആഡ് ചെയ്യാൻ പറ്റും എന്നുള്ള രീതിയിലൊക്കെ ഒരു മെമ്മറിക്ക് വളരെയധികം പ്രാധാന്യം. സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ നമുക്ക് എല്ലാവർക്കും അറിയാലോ, റാം കൂടിക്കഴിഞ്ഞാൽ കമ്പ്യൂട്ടറിന് കുറെ മീൻസ് അല്ലെങ്കിൽ ഫോണിനാണെങ്കിൽ കുറെ അഡ്വാൻറ്റേജ് ഉണ്ട്. ഹാങ് ആവില്ല എന്നെങ്കിലും ഉള്ള ഒരു ബേസിക് നോളജ് ഓൾമോസ്റ്റ് ഒരു 99% ആൾക്കാർക്കും ഉണ്ടാവും. അപ്പോൾ ഇതെന്തുകൊണ്ടാണ് ഹാങ് ആവുന്നില്ല എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ റാം കൂടിക്കഴിഞ്ഞാൽ കമ്പ്യൂട്ടറിന് എന്താണ് ഗുണങ്ങൾ, അല്ലെങ്കിൽ ഫോണിന് എന്താണ് ഗുണങ്ങൾ, അങ്ങനെ കുറച്ച് നമുക്കറിയുന്ന കാര്യങ്ങളാണ്. അതൊക്കെയാണ് നമ്മൾ ഇനി വരും ക്ലാസ്സുകളിൽ കുറച്ച് ഡീപ്പായിട്ട് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഇപ്പം നമ്മൾ ജസ്റ്റ് മെമ്മറിന്റെ ഒരു ബേസിക് എന്നുള്ള രീതിയിൽ ഇത്ര ഓർത്തിരിക്കുക. കമ്പ്യൂട്ടറിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മേഖലകളിൽ ഒന്നാണ് മെമ്മറി എന്ന് പറയുന്നത്. എന്തെങ്കിലും ഒരു ഡാറ്റയോ ഇൻഫർമേഷനെയോ സ്റ്റോർ ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു ടെക്നോളജി അല്ലെങ്കിൽ ഒരു ഏരിയനെയാണ് നമ്മൾ മെമ്മറി എന്ന് പറയുക. പിന്നെ വരുമ്പോൾ മീൻസ് ഇതൊരു പാരഗ്രാഫ് എന്നുള്ള രീതിയിൽ ഓർത്തിരിക്കുക. പിന്നെ നമ്മൾ ഇനി വരുന്ന ക്ലാസ്സുകൾ പറയുന്ന ഓരോരോ പോയിന്റുകൾ ഇതിനോട് കൂടി ആഡ് ചെയ്ത് വെക്കുക. ഓക്കെ, അപ്പോൾ ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുമ്പോൾ നമ്മൾ എന്താണ് കമ്പ്യൂട്ടറിൽ സ്റ്റോർ ചെയ്യാമെന്ന് ജസ്റ്റ് ഓർത്തിരിക്കുക. നമുക്ക് എല്ലാവരും കേട്ടിട്ടുള്ള ഒരു സംഭവമായിരിക്കും ഫയൽസിനെ കുറിച്ച് കേൾക്കാത്ത ആരും ഉണ്ടാവില്ലല്ലോ. എന്താണ് ഫയൽ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ഫയൽ മാനേജ്മെന്റ് എന്ന് പറഞ്ഞ ഒരു ഏരിയ ഉണ്ട്, നമുക്ക് പഠിക്കാൻ തന്നെ ഒരു ഏരിയ ഉണ്ട്. അപ്പം നമുക്ക് ഡീപ്പായിട്ട് ഫയലിനെ കുറിച്ചൊക്കെ പഠിക്കാം. ഇപ്പൊ ജസ്റ്റ് ഇത്തരം മെമ്മറിനെ കുറിച്ച് പഠിക്കുമ്പോൾ നമ്മൾ ഒരിക്കലും മാറ്റിവെക്കാൻ പറ്റാത്ത ഒരാളാണ് ഫയൽ എന്ന് പറഞ്ഞാൽ. ആദ്യം ഫയൽ എന്താണെന്ന് അറിഞ്ഞാൽ മാത്രമാണ് മെമ്മറിനെ കുറിച്ച് പറയാൻ പറ്റുള്ളൂ. പക്ഷെ നമ്മളെ സിലബസ് വെച്ച് നോക്കുമ്പോൾ ആദ്യം മെമ്മറിനെ കുറിച്ച് പറഞ്ഞിട്ടാണ് പിന്നീട് എപ്പോഴോ ആണ് ഫയലുകളെ കുറിച്ചൊക്കെ പറയുന്നത്. അതുകൊണ്ടാണ് ഇപ്പം നമ്മളിപ്പോൾ ജസ്റ്റ് മെമ്മറി പഠിക്കാൻ വേണ്ടി മാത്രം ഫയൽ എന്താണെന്ന് ജസ്റ്റ് പറഞ്ഞു പോകാം. ഇപ്പൊ പ്രത്യേകിച്ച് ഒന്നുമില്ല. ഫയൽ ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ അറിയാലോ, പറഞ്ഞാൽ നമ്മുടെ കയ്യിലുള്ള എന്ത് ഡാറ്റ എന്ന് പറയുന്നത്, ഡാറ്റേനേക്കാൾ കൂടുതൽ പറയുന്നത് നമ്മൾ ഇൻഫർമേഷൻസിനെ ആയിരിക്കും. ഈ ഇൻഫർമേഷൻസിനെയാണ് നമ്മൾ ഫയൽസ് എന്നാണ് കമ്പ്യൂട്ടറിൽ പറയുക. എൻ്റെ കയ്യിലുള്ള ഒരു പിക്ചർ അതൊരു ഫയലാണ്. ഒരു ഓഡിയോ എന്ന് പറയുന്ന ഒരു ഫയൽ, ഒരു പാട്ട് എന്ന് പറയുന്ന ഒരു ഫയലായിരിക്കും. ഒരു സിനിമ എന്ന് പറയുന്നത് അതൊരു ഫയലായിരിക്കും. അങ്ങനെ പറഞ്ഞാൽ നമുക്ക് സൂക്ഷിച്ചു വെക്കാനുള്ള അല്ലെങ്കിൽ അതിനൊരു മീനിങ് ഫുൾ ആയിട്ടുള്ള ഒരു കുറച്ചുകൂടെ കറക്റ്റ് ടെക്നിക്കലി പറയാൻ കളക്ഷൻ ഓഫ് ഇൻഫർമേഷനെയാണ് നമ്മൾ ഫയൽ എന്ന് പറയുന്നത്. നമ്മുടെ കയ്യിലുള്ള മീനിങ് ഫുൾ ആയിട്ടുള്ള കുറേ ഇൻഫർമേഷൻസുകളെ കളക്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിനെ പിന്നെ വിളിക്കുന്ന ഫയലുകൾ എന്നാണ് പറയുക. ക്ലിയർ ആണല്ലോ? അപ്പോൾ എൻ്റെ കയ്യിലുള്ള എന്തിനെ നമുക്ക് എന്ത് പറയാം, അല്ലെങ്കിൽ ഒരു കമ്പ്യൂട്ടറുള്ള എന്തിനെ നമുക്കൊരു ഫയലായിട്ട് പറയാം. ചിലപ്പോൾ അതൊരു PDF ഫയലായിരിക്കാം, ചിലപ്പോൾ അതൊരു പാട്ടായിരിക്കാം, ഒരു പിക്ചർ ആയിരിക്കാം. അങ്ങനെ കമ്പ്യൂട്ടറിനുള്ളിലുള്ള A to Z കാര്യങ്ങളിലെ ഒരു മീനിങ് ഫുൾ ആയിട്ടുള്ള കുറേ ഇൻഫർമേഷൻസുകളെയൊക്കെ നമുക്ക് എന്ത് പറയാം, ഫയൽ എന്ന് പറയും. ഇപ്പം മെമ്മറിന്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ ഇങ്ങനെ ഒരു യൂസറിന്റെ കയ്യിലുള്ള കുറേ ഫയലുകളെയാണ് നമുക്ക് ഈ മെമ്മറിയിൽ സ്റ്റോർ ചെയ്ത് വെക്കേണ്ടത്. സ്റ്റോർ ചെയ്ത് വെക്കുക എന്ന് പറഞ്ഞാൽ രണ്ട് രീതിയിൽ നമുക്ക് സ്റ്റോർ ചെയ്യാം. എന്ന് പറഞ്ഞാൽ കാലാകാലത്തേക്ക് വേണമെങ്കിൽ സ്റ്റോർ ചെയ്യാം. എന്ന് പറഞ്ഞാൽ പെർമനന്റ് ആയിട്ട് ആ സ്റ്റോറിങ് അവിടെ ഉണ്ടാവണം. എനിക്കൊരു ഫോട്ടോയുണ്ട്, ആ ഫോട്ടോ എനിക്ക് എന്നെടുത്ത് നോക്കിയാലും കാണണം എന്നുള്ള രീതിയിൽ പെർമനന്റ് ആയിട്ട് സ്റ്റോർ ചെയ്യാം. വേറൊരു രീതി എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ ഒരു ഫയലിനെ നമുക്ക് ടെമ്പററി ആയിട്ട് സ്റ്റോർ ചെയ്യാൻ പറ്റും. എന്ന് പറഞ്ഞാൽ താൽക്കാലിക ആവശ്യങ്ങൾക്ക് വേണ്ടി മാത്രമായിട്ട് വേണമെങ്കിൽ ഒരു ഫയലിനെ നമുക്ക് സ്റ്റോർ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതെന്താണ് ടെമ്പററി, എന്താണ് പെർമനന്റ് എന്നുള്ള രീതിയിൽ അത് ആരൊക്കെയാണ് ചെയ്യുന്നതെന്നൊക്കെ നമുക്ക് അടുത്ത ക്ലാസ്സിൽ നോക്കിയിരിക്കാം. ഇപ്പൊ ജസ്റ്റ് മെമ്മറിനെ കുറിച്ച് പറയുമ്പോൾ ഫയലിനെ കുറിച്ച് പറയാതിരിക്കാൻ പറ്റില്ല. ഫയൽ ഇത്രയേ ഉള്ളൂ, നമ്മുടെ കയ്യിലിരിക്കുന്ന ഒരു കുറെ ഇൻഫർമേഷൻസിന്റെ കളക്ഷനെയാണ് നമ്മൾ ഫയൽ എന്ന് പറയുക. അത് ചിലപ്പോൾ ഒരു ഫോട്ടോ ആവാം, ഫോട്ടോ എന്ന് പറഞ്ഞ ഒരു ഫയലാണ്, ഒരു ഓഡിയോ എന്ന് പറഞ്ഞ ഒരു ഫയലാണ്, ഒരു വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഫയലാണ്, ഒരു ഡോക്യുമെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഫയലാണെന്നുള്ള രീതിയിൽ ഓർത്തിരിക്കുക. ഇങ്ങനെ ഒരു യൂസറിന്റെ കയ്യിൽ കുറേ ഫയലുകൾ ഉണ്ടാവും. ഈ ഫയലിനെയാണ് നമുക്ക് ആക്സസ് ചെയ്യേണ്ടത് അല്ലെങ്കിൽ പ്രോസസ്സ് ചെയ്യേണ്ടത്. അപ്പൊ അതിനൊക്കെ വേണ്ടിയിട്ട് എന്ത് ചെയ്യണം, ഈ ഫയലുകളെയൊക്കെ നമ്മൾ സ്റ്റോർ ചെയ്യണം. ക്ലിയർ അല്ലേ? അത് സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ആരുപയോഗിക്കും, കുറേ മെമ്മറികളെ ഉപയോഗിക്കും. ഓക്കെ ആണല്ലോ? അപ്പോൾ ഒരു ടൈം ഫയൽ എന്താണെന്ന് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇപ്പൊ രണ്ട് കാര്യങ്ങളെ പറയുള്ളൂ. മെമ്മറി എന്താണ്, മെമ്മറി എന്തിനു വേണ്ടി ഉപയോഗിക്കുന്നു, അതിൽ സ്റ്റോർ ചെയ്യുന്ന ഒരാളാണ് ഫയൽ. ആ ഫയൽ എന്താണ് ഉദ്ദേശിക്കുന്നത്, കളക്ഷൻ ഓഫ് ഇൻഫർമേഷൻ, ഫോട്ടോ, വീഡിയോ, ഓഡിയോ, ഇതാണ് മാത്രം ഒന്ന് ജസ്റ്റ് ഓർത്തിരിക്കുക. ഇനി ഫയലിനെ കുറിച്ച് പറയുമ്പോൾ തന്നെ നമ്മൾ പറഞ്ഞു, ഒരു യൂസറിനെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് ഫയലുകളെ ഹാൻഡിൽ ചെയ്യാനുണ്ടാവും. എന്ന് പറഞ്ഞാൽ ഒരുപാട്, ഇപ്പോൾ ഫോട്ടോന്റെ കാര്യമാണെങ്കിൽ നമ്മുടെ ഇപ്പോൾ ഒരാളുടെ ഫോൺ എടുത്ത് നോക്കിയാൽ മതി, എത്ര ഫോട്ടോ ഉണ്ടാവും, 100 കണക്കിന് ഫോട്ടോസ് ഉണ്ടാവും, 100 കണക്കിന് പാട്ടുകൾ ഉണ്ടാവും, 100 കണക്കിന് വീഡിയോസ് ഉണ്ടാവും. അപ്പോൾ ഈ ഫയലുകളെയൊക്കെ ആക്സസ് ചെയ്യുക എന്ന് പറയുമ്പോൾ നമ്മൾ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമായിട്ട് തന്നെ കൺസിഡർ ചെയ്ത്, ഞാൻ പറയുന്ന ഒരിക്കലും ടെക്നിക്കൽ ആയിട്ടൊന്നുമല്ല. നിങ്ങൾ ഇന്നല്ലെങ്കിൽ നാളെ നിങ്ങൾ ഒരു JDC ഒക്കെ കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു ഓഫീസിൽ പോയി ഇരിക്കേണ്ട ആളാണ്, ഒരു കമ്പ്യൂട്ടറിന് മുമ്പിൽ ഇരിക്കേണ്ട ഒരാളാണ്. ഓഫീസിന്റെ പല രീതിയിലുള്ള ഫയലുകളെ നിങ്ങൾ ഹാൻഡിൽ ചെയ്യേണ്ടി വരും. അപ്പം ഇന്ന് മെമ്മറി പഠിക്കുമ്പോൾ ആദ്യം ഇതിന്റെ കൂടെ തന്നെ പഠിക്കുക ഫയലുകളെ എങ്ങനെ ഹാൻഡിൽ ചെയ്യാം. അപ്പോൾ ഫയൽ മാനേജ്മെന്റിന്റെ കാര്യത്തിലേക്ക് പോകുമ്പോൾ കുറച്ചുകൂടെ ഡീപ്പായിട്ട് പറയാം. അപ്പോൾ ഫയലുകളെ ഹാൻഡിൽ ചെയ്യാനുള്ള ഏറ്റവും ബേസിക് ആയിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ നമുക്കറിയാലോ, ഫയലിനൊരു നെയിം കൊടുക്കണം. ഓക്കെ, ഇത്രയേ ഉള്ളൂ.
പറഞ്ഞാൽ ഒരു ഫയലിന് ഒരു നെയിം കൊടുത്തിട്ട് മാത്രമേ ഹാൻഡിൽ ചെയ്യാൻ പറ്റുള്ളൂ. അല്ലാണ്ട് വിചാരിക്കുക ഒരു ഫയലിന് ഇപ്പോൾ ഏറ്റവും കൂടുതൽ ആൾക്കാർക്ക് വരുന്നവർക്ക് ഒരു കമ്പ്യൂട്ടർ ഉണ്ടാവും, ആ കമ്പ്യൂട്ടറിലേക്ക് കൈ കിട്ടുന്ന സാധനങ്ങളൊക്കെ ചുമ്മാ കൊണ്ടുപോയിട്ട് അങ്ങ് സ്റ്റോർ ചെയ്യും. പിന്നെ ഒരു ആവശ്യത്തിന് തപ്പി കഴിയുമ്പോഴായിരിക്കും ഇത് ഏത് ഫയലാണ്, എങ്ങനത്തെ ഫയലാണ്, എവിടെയാണ് കിടക്കുന്നത്. ഇതൊക്കെ പ്രത്യേകിച്ച് ഒരു ഓഫീസിലൊക്കെ പോയിട്ട് പെട്ടെന്നായിരിക്കും നമ്മളൊരു സുപ്പീരിയർ ആയിട്ടുള്ള ഒരാൾ പറയും ഇന്ന ഫയൽ എടുക്കുമെന്ന് പറയുമ്പോൾ അപ്പോൾ പോയിട്ട് ഇങ്ങനെ കിടന്ന് തപ്പാൻ പറ്റില്ല, അതിൻ്റെ പേര് ഓർമ്മയില്ല ഏതാണ്. അപ്പോൾ ഞാൻ പറഞ്ഞിട്ടുള്ള നാളെ ഒരു കമ്പ്യൂട്ടറിന് മുമ്പിൽ ഇരിക്കുമ്പോൾ നിങ്ങൾ ഫയൽ സ്റ്റോർ ചെയ്യുമ്പോൾ ആദ്യം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം അതിൻ്റെ ഫയൽ നെയിം കറക്റ്റായിട്ട് കൊടുക്കണം എന്നുള്ളതാണ്. കാരണം ഇത് സ്റ്റോർ ചെയ്യുക എന്ന് പറയുന്നത് നമുക്ക് ഭാവിയിൽ ഒരു ആവശ്യമുള്ളത് കൊണ്ടാണ് നമ്മളത് സൂക്ഷിച്ചു വെക്കുന്നത്. അപ്പോൾ ഭാവിയിൽ ഒരു ആവശ്യം ഉണ്ടെങ്കിൽ അത് നമുക്ക് പെട്ടെന്ന് എടുക്കാൻ പറ്റണം. ആ എടുക്കാൻ പറ്റുന്ന രീതിയിൽ നമുക്ക് എന്താണോ ഓർമ്മയുള്ളത് ആ രീതിയിലുള്ള ഒരു നെയിം ആയിരിക്കണം ആ ഫയലിന് കൊടുക്കുന്നത്. ഓക്കെ ആണല്ലോ. അപ്പോൾ ഫയൽ എന്താന്ന് പറഞ്ഞു, ഫയൽ നെയിം എന്താണെന്ന് ഇത്രയേ ഉള്ളൂ. ആ ഫയലിനെ നമ്മൾ ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പേര് കൊടുക്കണം. അതിനെയാണ് നമ്മൾ ഫയൽ നെയിം എന്ന് പറയുക. ഇനി ഫയൽ നെയിമിന്റെ കൂടെ തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരാളാണ് എക്സ്റ്റൻഷൻ. ഓക്കെ, ഫയൽ എക്സ്റ്റൻഷൻ എന്ന് പറയും. ഓക്കെ, ഇതൊക്കെ ഒരു ടേമുകൾ നിങ്ങളൊന്ന് ഐഡന്റിഫൈ ചെയ്യുക, അല്ലെങ്കിൽ ഒന്ന് മനസ്സിലാക്കുക. ആർക്കെങ്കിലും കേട്ട് പരിചയമില്ലാത്തവർ ഇത് എന്താന്ന്, ഇനി നാളെ എക്സ്റ്റൻഷൻ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയാണ്ടിരിക്കരുത് എന്നുള്ള രീതിയിൽ പറയുന്നുള്ളൂ. അപ്പോൾ ഫയൽ എന്താന്ന് പറഞ്ഞു, ഫയൽ നെയിം എന്താന്ന് പറഞ്ഞു, അതിന്റെ കൂടെ തന്നെ പറയേണ്ട ഒരാളാണ് ഫയൽ എക്സ്റ്റൻഷൻ. അപ്പോൾ ഞാൻ ഫയൽ എക്സ്റ്റൻഷൻ മനഃപൂർവ്വം തന്നെ ഞാൻ ഇവിടെ ഒരു ഡോട്ടൊക്കെ ഇട്ടിട്ടുണ്ട്. അതിന്റെ കാരണം എന്ന് പറഞ്ഞാൽ ഒരു ഫയൽ നെയിമിന്റെ കൂടെ തന്നെ അതിന്റെ ഒരു വാലായിട്ട് വരുന്ന ഒരാളെയാണ് നമ്മൾ ഫയൽ എക്സ്റ്റൻഷൻ എന്ന് പറയുന്നത്. എന്ന് പറഞ്ഞാൽ അത് എപ്പോഴും ഒരു ഡോട്ട് ഇട്ടിട്ടായിരിക്കും പറഞ്ഞിട്ടുണ്ടാവുക. എന്ന് പറഞ്ഞാൽ ഒരു ഫയൽ ഉണ്ടാവും, അതിനൊരു നെയിം ഉണ്ടാവും, ആ നെയിമിന് ഒരു ഡോട്ട് ഇട്ടതിന് ശേഷം ഈ ഒരു എക്സ്റ്റൻഷനും കൂടെ പറഞ്ഞിട്ടുണ്ടാവും. ഈ എക്സ്റ്റൻഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറെ ഒന്നുമില്ല, നമ്മൾ ഈ ഫയൽ ഏത് ടൈപ്പ് ഫയലാണെന്ന് തീരുമാനിക്കുന്നത് ഈ എക്സ്റ്റൻഷനാണ്. അപ്പം ഞാൻ പറഞ്ഞില്ല, എൻ്റെ കയ്യിലൊരു പിക്ചർ ഉണ്ടാവാം, ഓഡിയോ ഉണ്ടാവാം, വീഡിയോ ഉണ്ടാവാം, ഇങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ കയ്യിലിരിക്കുന്ന സാധനങ്ങളൊക്കെ എന്താണെന്ന് തീരുമാനിക്കുന്നത് ഈ ഫയൽ എക്സ്റ്റൻഷനാണ്. അപ്പോൾ ഫയൽ നെയിം നമുക്ക് എന്ത് വേണമെങ്കിലും കൊടുക്കാം. നമ്മുടെ പേര് കൊടുക്കാം, അല്ലെങ്കിൽ വേറെ ആരുടെങ്കിലും ഒക്കെ പേര് കൊടുക്കാം, ഒക്കെ കൊടുക്കാം. പക്ഷേ ഈ ഫയൽ എക്സ്റ്റൻഷൻ അതിന് ശേഷം കൊടുക്കുന്ന ആ വാല് അല്ലെങ്കിൽ ആ ഡോട്ടിന് ശേഷം കൊടുക്കുന്ന ആ ഏരിയ ആണ് അത് ഏത് ടൈപ്പ് ഫയലാണെന്ന് തീരുമാനിക്കുന്നത്. കാരണം പല രീതിയിലുള്ള ടൈപ്പ് ഓഫ് ഫയലുകളുണ്ട്. അതൊക്കെ നമ്മൾ വരുന്ന ക്ലാസ്സുകളിൽ അല്ലെങ്കിൽ ഫയൽ മാനേജ്മെന്റ് എന്നുള്ള ഏരിയയിൽ പഠിക്കും. അപ്പോൾ ജസ്റ്റ് ആയിട്ട് നമുക്ക് ബേസിക് ആയിട്ട് അറിയുന്ന 1-2 ഫയലുകൾ വെച്ച് നമുക്ക് അപ്പോൾ പെട്ടെന്ന് മനസ്സിലാവും. അപ്പോൾ ജസ്റ്റ് വിചാരിക്കുക, എൻ്റെ കയ്യിലൊരു ഫയലുണ്ട്, ഞാൻ ഫയലിന് ജസ്റ്റ് എ എന്നൊരു പേര് കൊടുത്തു. ക്ലിയർ ആണല്ലോ. എന്ന് പറഞ്ഞാൽ എൻ്റെ ഫയലിന്റെ പേര് എ ആണ്, എനിക്ക് കണ്ടാൽ അറിയാം. എ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ഫയലാണെന്ന് എനിക്കറിയാം. അതിനുശേഷം ഞാനൊരു ഡോട്ട് ഇട്ടിട്ട് ഞാൻ ജസ്റ്റ് PDF എന്ന് കൊടുത്തു വിചാരിക്കാം. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഫയൽ എന്ന് പറഞ്ഞാൽ ഒരു PDF ഫയലായിരിക്കും എന്നാണ് എൻ്റെ അർത്ഥം. എന്ന് പറഞ്ഞാൽ ഡോക്യുമെന്റ് ഒക്കെ കണ്ടില്ലേ, PDF ഡോക്യുമെന്റ്, നമ്മൾ നോട്ടൊക്കെ നമ്മുടെ ഗൂഗിൾ ക്ലാസ്റൂമിലൊക്കെ അയക്കുന്ന ഫോർമാറ്റ്, അതാണ് A.PDF എന്ന് പറഞ്ഞാൽ ആ ഫയൽ. പിന്നെ നമുക്ക് കമ്പ്യൂട്ടറിനും അറിയാം, നമുക്കും അറിയാം. കമ്പ്യൂട്ടറിന് അറിയുന്നതിനേക്കാൾ കൂടുതൽ നമുക്ക് മനസ്സിലാവണം, അല്ലെങ്കിൽ ഒരു യൂസറിന് മനസ്സിലാവണം അതൊരു PDF ഫയലാണെന്ന്. ഓക്കെ അല്ലേ. ഇനി നമുക്ക് ഏറ്റവും കൂടുതൽ കേട്ട് ബേസിക് ആയിട്ടുള്ള പറഞ്ഞാൽ നമ്മളെ അറിയാലോ, MP3 എല്ലാവർക്കും അറിയാം. MP3 എന്തിന്റെ ഫോർമാറ്റ് ആയിരിക്കും എന്ന് പറഞ്ഞാൽ ഓഡിയോ ഫയലുകളുടെ കോമൺ ആയിട്ട് യൂസ് ചെയ്യും. വേറെയും കുറെ ഓഡിയോ ഫോർമാറ്റുകളുണ്ട്, പക്ഷെ നോർമലി നമ്മൾ കൂടുതലായിട്ടും കേട്ടിട്ടുള്ള MP3 സോങ്സ് എന്ന് കേട്ടിട്ടില്ലേ. എന്ന് പറഞ്ഞാൽ ഓഡിയോ ഫയലുകളുടെ ഫോർമാറ്റ്. എന്ന് പറഞ്ഞാൽ ഞാനിവിടെ ഫയൽ നെയിം ഏത് തന്നെ കൊടുത്തിട്ടുള്ളൂ, A ആണ്. പക്ഷെ ഇത് രണ്ടും 2 ഫയലാണ്. ഇത് PDF ഫയലാണ്, ഇത് എന്ന് പറയുന്നത് ഒരു ഓഡിയോ ഫയലാണ്. അതിന്റെ കൂടെ തന്നെ വരുന്നതിന്റെ ഒരു ആൾ തന്നെയാണ് MP4. കേട്ടിട്ടുണ്ടാവുമല്ലോ, വീഡിയോ ഫയലുകളുടെ ഫോർമാറ്റാണ് MP4. നമ്മളൊരു ഫോണിൽ എടുത്തിട്ടൊന്ന് ജസ്റ്റ് പ്രോപ്പർട്ടീസ് എടുത്ത് നോക്കിയാൽ മതി. ഒരു പാട്ട് എടുത്തിട്ട് അതിന്റെ പ്രോപ്പർട്ടീസ് നോക്കി കഴിഞ്ഞാൽ .mp3 ആയിരിക്കും ഒരു 99%. ഒരു വീഡിയോ എടുത്തു കഴിഞ്ഞാൽ .mp4 മാത്രമാണെന്ന് വിചാരിക്കരുത്, ഒരു ഓഡിയോന്റെ ഒരു എക്സാമ്പിൾ എന്നുള്ള രീതിയിൽ മാത്രം എടുത്തിരിക്കും. അങ്ങനെ ഒരുപാട് ഫയൽ ഉണ്ട്. ഇപ്പോൾ A.doc അല്ലെങ്കിൽ A.jpeg എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പിക്ചറിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന അല്ലെങ്കിൽ ഈ ചിത്രങ്ങളുടെ ഇമേജുകളുടെയൊക്കെ ഫയൽ ഫോർമാറ്റ് ആണ്. പിന്നെ നമ്മൾ വാട്സാപ്പിലൊക്കെ എല്ലാവരും കണ്ടുവരുന്ന ഒരു സംഭവമുള്ള ജിഫ് ഒക്കെ, അങ്ങനെ ഒരുപാട് കാര്യങ്ങളൊക്കെ ഇങ്ങനെയുണ്ട്. അപ്പൊ ഞാനിവിടെ ഒക്കെ ഇതിന് ഫയൽ നെയിം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതാ കൊടുത്തിട്ടുള്ളൂ, ജസ്റ്റ് എ എന്നാണ് കൊടുത്തിട്ടുള്ളത്. പക്ഷെ ഇതൊക്കെ ഒറ്റ ഫയലാണെന്ന് പറയാൻ പറ്റുമോ, പേരൊന്നാന്ന് പറയാൻ പറ്റുമോ? പക്ഷെ ഇതൊക്കെ വിവിധ രീതിയിലുള്ള അല്ലെങ്കിൽ വിവിധ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള അല്ലെങ്കിൽ പല രീതിയിലുള്ള അല്ലെങ്കിൽ പല ഫങ്ഷൻസ് ചെയ്യുന്ന ഫയലുകളാണ്. അപ്പോൾ ഫയൽ മെമ്മറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫയലുകളെ സ്റ്റോർ ചെയ്യാനാന്ന് പറഞ്ഞു. ഫയൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്ന് നമ്മൾ പഠിച്ചു, പിക്ചേഴ്സും വീഡിയോ ഓഡിയോ അങ്ങനെ എന്ത് വേണമെങ്കിൽ, അല്ലെങ്കിൽ കളക്ഷൻ ഓഫ് ഇൻഫർമേഷൻ, പക്ക ടെക്നിക്കലാണ്, കളക്ഷൻ ഓഫ് ഇൻഫർമേഷനാണ് നമ്മൾ ഫയൽ എന്ന് പറയും. ഇനി അതിന്റെ കൂടെ പറഞ്ഞു ഒരു ഫയൽ ഉണ്ടെങ്കിൽ ആ ഫയലിന്റെ ഒരു നെയിം കൊടുക്കണം. അപ്പോൾ ഈ ഡോട്ടിന് തൊട്ട് മുകളിലുള്ള ഈ ഏകളെയാണ് ഇത് ഫയൽ എന്ന് പറയുക. ആ ഫയലിന്റെ കൂടെ തന്നെ എപ്പോഴും ഫയൽ എക്സ്റ്റൻഷൻ വേണം. ആ എക്സ്റ്റൻഷൻ ആണ് ആ ഫയൽ ഏത് ടൈപ്പ് ഫയലാണെന്ന് തീരുമാനിക്കുക. ഒരു കുറച്ച് ബേസിക് ആയിട്ടുള്ള കുറച്ച് ഫയൽ എക്സ്റ്റൻഷൻ ആണ് നമ്മൾ പറഞ്ഞിട്ടുള്ള .pdf ഉണ്ട്, MP3, MP4, DOC, JPEG, GIF കാര്യങ്ങളൊക്കെ.
ഇത്രയും കാര്യങ്ങൾ മനസ്സിലായല്ലോ. അപ്പൊ നമ്മൾ ടോപ്പിക്കിൽ നിന്ന് മാറിപ്പോകരുത്. നമ്മൾ ഈ പറയുന്ന സാധനങ്ങളൊക്കെ ഒന്നാണ് മെമ്മറി യൂണിറ്റ്. അതിലേക്ക് എത്താൻ വേണ്ടിയിട്ടുള്ള കുറച്ച് ABCDകളാണ് ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ മെമ്മറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡാറ്റകൾ സ്റ്റോർ ചെയ്യാനൊന്നും മീൻസ് പറഞ്ഞാൽ പിന്നെ റിപ്പീറ്റ് ചെയ്ത് പറയുന്നില്ല. അപ്പൊ അതൊക്കെ ഓർത്തിരിക്കുക. അപ്പോൾ ഫയൽ എന്താണെന്നും ഫയൽ നെയിം എന്താണെന്നും ഫയൽ എക്സ്റ്റൻഷൻ എന്താണെന്നും ജസ്റ്റ് ഒരു ബേസിക് നോളജ് എന്നുള്ള രീതിയിൽ ഓർത്തിരിക്കുക. ഡീപ്പായിട്ടുള്ള നോട്ടും കാര്യങ്ങളൊന്നും ഇപ്പൊ ഒന്നും പറയില്ല. എനിക്ക് തോന്നുന്നു ചിലപ്പോൾ 1, 2, 3 മാസങ്ങൾക്ക് ശേഷം തോന്നുന്നു ഈ ഫയൽ മാനേജ്മെന്റ് എന്നുള്ള ഏരിയ നമുക്ക് വരുന്നത്. അപ്പോഴായിരിക്കും ഇനി ഇതിനെ കുറിച്ചൊക്കെ പറയാം. ഓക്കെ ആണല്ലോ. അപ്പം ഇതാണ് ബേസിക് ആയിട്ട് ഫയൽ മാനേജ്മെന്റ് കാര്യങ്ങളിലേക്കൊക്കെ ഏറ്റവും ബേസിക് മെമ്മറിനെ കുറിച്ച് പറയുമ്പോൾ ഫയലിനെ കുറിച്ച് അറിയാനുള്ളത്. ഓക്കെ ആണല്ലോ. ഇനി നമ്മൾ ഈ മെമ്മറിനെ കുറിച്ച് പറയുമ്പോൾ തന്നെ നമ്മൾ ഏറ്റവും കൂടുതൽ അറിഞ്ഞിരിക്കേണ്ട ഒരാളാണ് മെമ്മറി യൂണിറ്റ്. അതും വളരെ ബേസിക് ആയിട്ടുള്ള ഒരാളാണ്. നമുക്ക് കുറെ പേർക്കൊക്കെ അറിയുന്ന ഒരാളാണ്. ഇപ്പൊ ഞാൻ അവിടെ ഏകദേശം ഒരു ഐഡിയ നമ്മൾ എഴുതി വെച്ചിട്ടുണ്ട്. അതും കൂടെ നമുക്ക് ഇന്നത്തെ ക്ലാസ്സിൽ ഒന്ന് ഡിസ്കസ് ചെയ്യാൻ തോന്നും. ഓക്കെ, അതും കൂടെ ഒന്ന് പറഞ്ഞിട്ട് നമുക്ക് ക്ലാസ് തരുക. എന്ന് പറഞ്ഞാൽ ഒരു മെമ്മറിനെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ ഏറ്റവും കൂടുതലായിട്ട് ഡിസ്കസ് ചെയ്യുന്ന ഒരു കാര്യമാണ് ആ മെമ്മറിക്ക് എത്ര സൈസ് ഉണ്ട് എന്ന് പറഞ്ഞാൽ. നമുക്ക് ഈ മെമ്മറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡാറ്റകളെ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സംഭവമാണ്. അപ്പൊ നമുക്കറിയണം ആ മെമ്മറിയിൽ എന്ന് പറഞ്ഞാൽ ആ ഡിവൈസിൽ എനിക്ക് എത്രത്തോളം ഡാറ്റയെ സ്റ്റോർ ചെയ്യാൻ പറ്റും. എനിക്ക് 1 ഫോട്ടോയാണ് വെക്കാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ 5 ഫോട്ടോ വെക്കാൻ പറ്റും, അല്ലെങ്കിൽ 1000 ഫോട്ടോ സ്റ്റോർ ചെയ്യാൻ പറ്റും. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ആണ്. എന്ന് പറഞ്ഞാൽ ഒരു മെമ്മറിയെ കുറിച്ച് സംബന്ധിക്കുമ്പോൾ നമ്മളൊരു നോർമൽ യൂസർ എന്നുള്ള രീതിയിൽ, അല്ലെങ്കിൽ ഒരു പ്രോഗ്രാമറുടെ സൈഡിൽ അതിന്റെ മെമ്മറിന്റെ സ്പീഡും അതിന്റെ കുറെ കാര്യങ്ങളൊക്കെ നോക്കേണ്ടി വരികയായിരിക്കും. പക്ഷെ നമ്മളൊരു സാധാരണ ഒരു കമ്പ്യൂട്ടർ വാങ്ങുന്ന ഒരാൾ എന്നുള്ള രീതി ചിന്തിക്കുകയാണെങ്കിൽ നമുക്ക് ഒറ്റ കാര്യം അറിഞ്ഞാൽ മതി. ഇതിൽ എനിക്ക് എന്തൊക്കെ കാര്യങ്ങൾ സ്റ്റോർ ചെയ്യാൻ പറ്റും, എത്രത്തോളം സ്റ്റോർ ചെയ്യാൻ പറ്റും. ആ എത്രത്തോളം സ്റ്റോർ ചെയ്യാം എന്ന് തീരുമാനിക്കുന്നതാണ് മെമ്മറി യൂണിറ്റ് അല്ലെങ്കിൽ മെമ്മറി സൈസ് എന്ന് പറഞ്ഞാൽ. ഈ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മെമ്മറിനെ കുറിച്ച് ഒരു 10 മാർക്കിനൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ഒരു 2 ലൈനിൽ എഴുതി തീർക്കേണ്ട ഒരു സംഭവമാണ്. പക്ഷെ അത് പ്രധാനപ്പെട്ട ഒരു കാര്യം, നേരത്തെ ഞാൻ ഈ പ്രോസസ്സറും പറഞ്ഞ പോലെ തന്നെയുള്ള ഒരാളാണ്. നമ്മൾ ഒരു PSC ഒക്കെ എഴുതുന്നവർക്കാണെങ്കിൽ, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും കോമ്പറ്റേറ്റീവ് എക്സാം എഴുതുന്നവർക്കൊക്കെ അറിയാം. ഈ ഒരു ഏരിയയിൽ നിന്നൊക്കെ സാധാരണ ഒരു 10 ക്വസ്റ്റ്യൻ പേപ്പർ നോക്കുകയാണെങ്കിൽ ഒരു 3 4 ക്വസ്റ്റ്യൻ പേപ്പർ അല്ലെങ്കിൽ ഈ ഒരു ഭാഗത്ത് നിന്നൊക്കെ ഒരു ക്വസ്റ്റ്യനെങ്കിലും റിപ്പീറ്റ് അടിച്ചിട്ട് വന്നിട്ടുണ്ടാവും. ഓക്കെ ആണല്ലോ. അപ്പോൾ എന്താണ് മെമ്മറി യൂണിറ്റ്? ഞാൻ പറഞ്ഞു, ഒരു മെമ്മറിയിൽ എത്രത്തോളം ഡാറ്റയെ സ്റ്റോർ ചെയ്ത് വെക്കാം എന്ന് തീരുമാനിക്കുന്ന മെമ്മറി സൈസിനെയാണ് നമ്മൾ മെമ്മറി യൂണിറ്റ് എന്ന് പറയുക. അപ്പോൾ അതിനെ കുറച്ച് ആൾക്കാരെ പേര് വെച്ചിട്ട് നമുക്ക് കുറെ പേരൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടാവും. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടുള്ള ഒരാളാണ് ബിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. നമ്മൾ കമ്പ്യൂട്ടർ സയൻസിൽ മെമ്മറിന്റെ സൈസ് അല്ലെങ്കിൽ മെമ്മറിന്റെ യൂണിറ്റ് എന്ന് പറയുന്ന സാധനം സ്റ്റാർട്ട് ചെയ്യുന്നത് ഈ വാല്യൂനാണ്. ബിറ്റ് വാല്യൂ എന്ന് പറയും. കേട്ടിട്ടുണ്ടാവും ബിറ്റ് എന്ന് പറഞ്ഞാൽ. അതിന്റെ കാരണം നാം ഇവിടെ പറഞ്ഞിട്ടുണ്ട്. ബിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് 2 വാല്യൂസ് ഉണ്ടാവുക, 0 1. വീണ്ടും ഞാൻ 0 1 എന്താണെന്നൊന്നും പറയുന്നില്ല. ബൈനറി ലാംഗ്വേജ് ആണ്, കമ്പ്യൂട്ടറിന് മനസ്സിലാവുന്ന ലാംഗ്വേജ് ആണെന്നൊക്കെ നമുക്കറിയാലോ. ഇപ്പൊ നമ്മളൊരു കമ്പ്യൂട്ടറിന്റെ സാധനമാണ് ഈ മെമ്മറി എന്ന് പറയുന്നത്. അപ്പൊ അതിൽ സ്റ്റോർ ചെയ്യേണ്ട ഏറ്റവും ബേസിക് ആയിട്ടുള്ള സാധനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കമ്പ്യൂട്ടറിന് അറിയുന്ന രീതിയിൽ സ്റ്റോർ ചെയ്യണം. അത് വരുന്ന ക്ലാസ്സിലാണ് നമ്മൾ ഡിസ്കസ് കുറച്ചുകൂടി ഡീപ്പായിട്ട് പറയാം. അപ്പോൾ ഏറ്റവും ചെറിയ ഒരു മെമ്മറി സൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനൊരു 2 യൂണിറ്റ് വരും. അതൊരു 0 1 ആയിരിക്കും. ഈ 0 1 ആണ് ബിറ്റ് എന്ന് പറയും. ഓക്കെ അല്ലെ? സ്ഥിരമായിട്ട് കാണാറുള്ള ക്വസ്റ്റ്യൻ ആണ് ബിറ്റിന്റെ വാല്യൂ ഏതൊക്കെയാണെന്നുള്ള രീതിയിൽ. 0 1 ആണ്, അല്ലെങ്കിൽ ബൈനറി ലാംഗ്വേജ് ആണെന്ന് ജസ്റ്റ് ഓർത്തിരിക്കും. ഒരു 0 1 വന്നു കഴിഞ്ഞാൽ നമുക്ക് അതിനെ വിളിക്കാം ഒരു ബിറ്റ് വാല്യൂ എന്ന് പറഞ്ഞാൽ. 0 1 എന്ന് പറഞ്ഞാൽ ഒരു 0 1 തന്നെ വരണമെന്നില്ല. ഈ കോമ്പിനേഷൻ ബൈനറി ഇതിൽ വരുന്ന സംഭവത്തിനെയാണ് നമ്മൾ 1 ബിറ്റ് എന്നുള്ള രീതിയിൽ പറയും. ക്ലിയർ ആണല്ലോ? അങ്ങനെ നമുക്ക് വേണമെങ്കിൽ ജസ്റ്റ് ജമ്പ് ചെയ്തിട്ട് ഈ ബൈറ്റിലേക്ക് പോവാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സാധാരണ നമ്മൾ നോർമൽ യൂസേജിൽ നമ്മൾ ഈ നിബിളിന്റെ കാര്യം അധികം പറയാറില്ല. ജസ്റ്റ് ബിറ്റ് കഴിഞ്ഞാൽ നേരെ ബൈറ്റിലേക്കാണ് പോവുക. എന്നാലും ചില GK മോഡിലുള്ള രീതിയിൽ പറയണം. ഈ നിബിൾ എന്ന് പറഞ്ഞൊരു സംഭവം കൂടെ നമ്മൾ ക്വസ്റ്റ്യൻസ് ഒക്കെ ആയിട്ട് കണ്ടിട്ടുണ്ട്. ഇങ്ങനെ 0 1 വന്നു കഴിഞ്ഞാൽ ബിറ്റ് എന്ന് പറയും. അങ്ങനെ ഒരു 4 ബിറ്റുകൾ ചേർന്ന് കഴിഞ്ഞാൽ പിന്നെ അതിനെ വിളിക്കുക 1 നിബിൾ എന്നാണ് വിളിക്കുക. ഓക്കെ അല്ലെ? എന്ന് പറഞ്ഞാൽ 4 ബിറ്റുകൾ വന്നു കഴിഞ്ഞാൽ 0 1 വന്നു കഴിഞ്ഞാൽ 1 ബിറ്റ്. അങ്ങനെ ഒരു 4 ബിറ്റ് വന്നു കഴിഞ്ഞാൽ അതിനെന്ത് പറയും? നിബിൾ എന്നുള്ള രീതി പറയും. ഇത് നമ്മൾ അങ്ങനെ ഒരു എന്താ പറയുക, മെമ്മറി ഏരിയയിൽ നമ്മൾ അങ്ങനെ ഓർത്തിരിക്കേണ്ട ഒരു ടൈം അല്ല. എന്നാലും പക്ഷെ ഒരു ജസ്റ്റ് എന്നുള്ള രീതിയിൽ ഓർത്തിരിക്കും. 4 ബിറ്റുകൾ ചേർന്ന് അതിന് നിബിൾ എന്ന് പറയും. പക്ഷെ നമ്മൾ വളരെ പ്രധാനപ്പെട്ട ഒരാളാണ് ഈ മെമ്മറി സൈസിൽ തന്നെ നമ്മൾ മൈൻഡിലേക്ക് ആദ്യം തറപ്പിച്ച് വെക്കേണ്ട ഒരാളാണ് ബൈറ്റ് എന്താണ് എന്ന് പറഞ്ഞാൽ. ഇതിന്റെ താഴേക്കൊക്കെ നമ്മൾ ബൈറ്റ് വെച്ചിട്ടുണ്ട്. ഇതിന്റെ എല്ലാത്തിന്റെ അറ്റത്ത് കിടപ്പുണ്ട്, ബൈറ്റ് കിടപ്പുണ്ട്. അപ്പോൾ വളരെ പ്രധാനപ്പെട്ട രീതിയിൽ ഓർത്തിരിക്കുക, ഒരു ബൈറ്റ് എന്ന് പറയുന്നത് 8 ബിറ്റുകൾ ചേർന്നാലാണ് ഒരു ബൈറ്റ്. ക്ലിയർ അല്ലേ? ഒന്നുകൂടെ പറയാണ്, ഒരു ബൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 8 ബിറ്റുകൾ ചേർന്നതിനെയാണ് നമ്മൾ ഒരു ബൈറ്റ് എന്ന് പറഞ്ഞത്. അപ്പൊ നമ്മൾ എപ്പോഴും മെമ്മറിന്റെ സൈസിന്റെ കാര്യത്തിലൊക്കെ പറയുന്നത് ഈ ബൈറ്റ് വെച്ചിട്ടാണ്. ഒരിക്കലും എത്ര ബിറ്റ് ഉണ്ടെന്ന് നമ്മൾ നോക്കാറില്ല, എത്ര ബൈറ്റ് എന്ന് നോക്കുക. അപ്പൊ അത് ഓർത്തിരിക്കുക, ഒരു ബൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
ബിറ്റുകളാണ്. എന്ന് പറഞ്ഞാൽ കമ്പ്യൂട്ടർ സയൻസിൽ ഈ 8 എന്ന് പറയുന്ന നമ്പറിന് വളരെ വളരെ പ്രാധാന്യമുണ്ട്. പക്ഷെ അത് കൂടുതലായിട്ട് നമുക്കൊന്നും ഒട്ടും അറിയേണ്ട കാര്യമില്ല. എന്നിട്ട് നെറ്റ്വർക്ക് ഒക്കെ ആരെങ്കിലുമൊക്കെ പഠിച്ചവരൊക്കെ ആണെങ്കിൽ അവർക്ക് കേട്ടിട്ടുണ്ടാവും ഈ 8 കൊണ്ടുള്ള എന്താ പറയുക കളിയും ചിരിയാണ് ശരിക്കും നെറ്റ്വർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അല്ലെങ്കിൽ മെമ്മറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഈ 8 വളരെ പ്രാധാന്യമുണ്ട്. ഇതിനൊക്കെ പ്രാധാന്യം വരാനുള്ള ഏറ്റവും വലിയൊരു ബേസിക് ആയിട്ടുള്ള ഒരു നോളജ് എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ. 8 ബിറ്റുകൾ ചേർന്നാലാണ് ഒരു ബൈറ്റ്. പിന്നെ ഈ താഴേക്കുള്ള ആൾക്കാരൊക്കെ നമ്മൾ ഏകദേശം കുറെ GB വരെയെങ്കിലും എല്ലാവരും കണ്ട്. കാരണം കിലോ ബൈറ്റ് KB, മെഗാബൈറ്റ് MB, ജിഗാബൈറ്റ് GB. നമ്മൾ കാണാറില്ലേ ഒരു ഫോട്ടോ ഡൗൺലോഡ് ചെയ്യുമ്പോൾ ചിലപ്പോൾ KB എന്നായിരിക്കും, ചിലപ്പോൾ 461 KB എന്നുള്ള രീതിയിലൊക്കെ ആയിരിക്കും കാണിച്ചിട്ടുണ്ടാവുക. കുറച്ചൊരു വീഡിയോയും പാട്ടൊക്കെ ആണെങ്കിൽ അത് MB ആയിരിക്കും, കുറച്ചുകൂടെ സൈസ് കൂടുതലാണ്. വലിയൊരു ഫയൽ ഒരു സിനിമയൊക്കെയാണ് ഡൗൺലോഡ് ചെയ്യുന്നത്, ചിലപ്പോൾ നല്ല ക്ലാരിറ്റി ഉള്ള സിനിമയൊക്കെ ആണെങ്കിൽ അത് GB-യിലേക്കായിരിക്കും. താഴേക്ക് പോകുകയാണെങ്കിൽ ഒരു TB ഉണ്ട്. നമുക്ക് അറിഞ്ഞിരിക്കേണ്ട ഇത്രയും ആൾക്കാരാണ്. ഇപ്പൊ ബിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 0യും 1ഉം ആണ്. അങ്ങനെ 4 ബിറ്റുകൾ ചേർന്നാൽ നിബിൾ എന്ന് വിളിക്കും. അത് ഓർത്തില്ലേലും കുഴപ്പമില്ല എന്നുള്ള ഇതുണ്ടെങ്കിൽ ഒരു അഡ്വാൻറ്റേജ് തന്നെയാണ്. ഒരു GK മോഡിൽ പഠിച്ചു വെക്കുക. പക്ഷെ ബെസ്റ്റ് ആയിട്ട് ഓർത്തിരിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ 8 ബിറ്റുകൾ ചേർന്ന് കഴിഞ്ഞാൽ അതിനെ ബൈറ്റ് എന്ന് വിളിക്കും. ഓക്കെ ആണല്ലോ. പിന്നെ വളരെ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ ഈ ഒരു നമ്പർ ഓർത്തിരിക്കുക. എന്ന് പറഞ്ഞാൽ ഒരുപാട് പേർക്ക് തെറ്റ് വരുന്ന ഒരു ഏരിയ ആണ്. എന്ന് പറഞ്ഞാൽ കിലോ എന്ന് കേൾക്കുമ്പോൾ തന്നെ നമ്മളെ മൈൻഡിലേക്ക് ആദ്യം തന്നെ ഓർത്തിരിക്കുക ഒരു 1000 എന്നുള്ളൊരു മോഡിലേക്ക് വരും. കാരണം 1 കിലോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1000 ഗ്രാമാണ് എന്നുള്ള രീതിയിലൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ. പക്ഷെ കമ്പ്യൂട്ടറിന്റെ കാര്യത്തിൽ കിലോ ബൈറ്റ് എന്ന് പറഞ്ഞാൽ 1000 അല്ല 1024 ഓർത്തിരിക്കുക. എന്ന് പറഞ്ഞാൽ ഒരുപാട് എക്സാമുകളിലൊക്കെ ചോദിക്കുന്ന ഒരു പോയിന്റാണ് ഇത് എത്ര സൈസ് വരുന്നതെന്നുള്ളത്. പറഞ്ഞാൽ 1 കിലോ ബൈറ്റ് എന്ന് പറഞ്ഞാൽ 1024. അതിന്റെ കാരണം എത്രയേ ഉള്ളൂ, ഇവിടെ 1000 കൊടുക്കാൻ പറ്റില്ല. എന്ന് പറഞ്ഞാൽ ബൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതാണ് 8 ബിറ്റാണ്. അപ്പൊ 8ന്റെ മൾട്ടിപ്ലിക്സ് ആയിട്ട് അല്ലെങ്കിൽ മൾട്ടിപ്ലൈ ആയിട്ട് വരുന്ന അല്ലെങ്കിൽ 8നായിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു നമ്പർ വരണമല്ലോ. അപ്പൊ 8ന്റെ മൾട്ടിപ്പിൾസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വരുന്നത് 1024. 1000 ഒരിക്കലും എന്തല്ല 8ന്റെ മൾട്ടിപ്പിൾസ് ആയിട്ട് വരില്ല. അതുകൊണ്ടാണ് 1024. അപ്പൊ ഒരിക്കലും എന്ത് ചെയ്യരുത് 1000 എന്ന് എഴുതി വെക്കരുത്. 1 കിലോ ബൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1024 ബൈറ്റ് ആണ്. ഓക്കെ, അതിന് തൊട്ട് താഴെയുള്ളതാണ് കിലോ കഴിഞ്ഞാൽ മെഗാ ബൈറ്റ് എന്നാണ് പറയുക. MB എന്ന് പറഞ്ഞാൽ 1024 KB. തൊട്ട് മുകളിലുള്ള ആള് 1024 KB ആണ്. തൊട്ട് താഴെയാണ് ജിഗാബൈറ്റ് അല്ലെങ്കിൽ GB. 1 GB എന്നൊക്കെ പറഞ്ഞാൽ 1 GB എന്ന് പറഞ്ഞാൽ 1024 MB ആണ്. അതിന്റെ തൊട്ട് താഴെയാണ് ടെറാബൈറ്റ് എന്ന് പറയും. ഇതൊന്ന് ഇപ്പൊ നമ്മളൊക്കെ കമ്പ്യൂട്ടറിന്റെ കാര്യത്തിലൊക്കെ നമ്മൾ പറയുന്ന ഹാർഡ് ഡിസ്കിന്റെ ഒക്കെ കാര്യം TB വെച്ചിട്ടാണ്. എത്ര TB ഉണ്ടെന്നാണ് ഓർക്കാറ്. അപ്പോൾ തൊട്ട് മുമ്പ് വരെ 500 GB ഒക്കെ ആയിരുന്നു ഹാർഡ് ഡിസ്ക് നമ്മുടെ ലാപ്ടോപ്പുകളിലൊക്കെ വന്നിട്ടുണ്ടായിരുന്നത്. പക്ഷെ ഇപ്പൊ എല്ലാവർക്കും എന്ത് വേണം, TB വേണം. TBന്റെ ഫുൾ ഫോം ഓർത്തിരിക്കുക, ടെറാബൈറ്റ് എന്നാണ്. അത് 1024 GB-കളാണ് നമ്മൾ 1 ബൈറ്റ് എന്നുള്ള രീതിയിൽ പറയാന്നും കൂടെ ഒന്ന് ജസ്റ്റ് ഓർത്തിരിക്കുക. ഇത് ഇവിടെ വെച്ച് തീർന്നല്ല, നമ്മുടെ സിലബസ് വെച്ചിട്ട് ഇത്രയേ ഉള്ളൂ എന്നുള്ളൂ. പിന്നെ ഉണ്ട് ഒക്ട പെറ്റ എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ഒക്ടബൈറ്റ് ബെക്ടബൈറ്റ് എന്നൊക്കെ പറഞ്ഞ് ഒരേ സംഭവങ്ങൾ ഇങ്ങനെ അതിന്റെ സൈസ് കൂടുന്നതിനനുസരിച്ച് താഴേക്ക് പോകുന്നുണ്ട്. നമുക്ക് എത്രയും വരെ TB വരെ എന്താണ് ഇപ്പൊ കമ്പ്യൂട്ടറിൽ നമ്മൾ പൊതുവേ നമ്മൾ കേൾക്കാറുള്ളത് ഈ TB വരെയാണ്. ഇപ്പൊ 1 TB ഹാർഡ് ഡിസ്ക്, 2 TB ഹാർഡ് ഡിസ്ക് എന്നുള്ള രീതിയിൽ വരെ നമ്മൾ കേൾക്കാറുണ്ട്. അപ്പൊ അത് വരെ എന്നുള്ള രീതിയിൽ ഓർത്തിരിക്കുക. ക്ലിയർ അല്ലേ? അപ്പോൾ വളരെ പ്രധാനപ്പെട്ട ഒരാളാണ്. ഏറ്റവും ബേസിക് ആയിട്ടുള്ള നോളജ് ആണ് കമ്പ്യൂട്ടറിനെ കുറിച്ച് അല്ലെങ്കിൽ മെമ്മറിനെ കുറിച്ച് അറിയുന്ന ഒരാൾ മിനിമം അറിഞ്ഞിരിക്കേണ്ടതാണ് മെമ്മറിന്റെ സൈസ്. അതിൽ എത്ര ഡാറ്റകളെ സ്റ്റോർ ചെയ്യാം. ആ സൈസിന്റെ കുറച്ച് യൂണിറ്റുകൾ അല്ലെങ്കിൽ വാല്യൂസിനെയാണ് നമ്മൾ പറഞ്ഞിട്ടുള്ള ഏറ്റവും ബേസിക് വാല്യൂ ബിറ്റാണ്. ബിറ്റ് എന്ന് പറഞ്ഞാൽ 0യും 1ഉം ആണ്. കമ്പ്യൂട്ടറിന് അറിയുന്ന 2 ഭാഷ അല്ലെങ്കിൽ 2 വാല്യൂസ് 0യും 1ഉം. അങ്ങനെ 4 ചേർന്ന് കഴിഞ്ഞാൽ നിബിൾ ആവും. അങ്ങനെ 8 ഇത് മറന്നു പോകരുത്. 8 ചേർന്ന് കഴിഞ്ഞാൽ മാത്രമാണ് ബൈറ്റ് വരുള്ളൂ. അതുകൊണ്ട് തന്നെ ഈ 8 ഇവിടെ വന്നതുകൊണ്ട് ബാക്കി ഇവിടെ ഒക്കെ 1000 അല്ല വരുന്നത്, 1024 വരുന്നതെന്നും കൂടെ ഓർത്തിരിക്കുക. അത് കഴിഞ്ഞാൽ KB ആണ്, MB ആണ്, GB ആണ്, TB ആണെന്നൊക്കെ ജസ്റ്റ് ഓർത്തിരിക്കുക. ഇതിപ്പോൾ നിങ്ങൾ ഒരിക്കലും ഒരു എക്സാം മോഡിൽ ഞാൻ വീണ്ടും പറയാണ്, നിങ്ങൾ JDCക്ക് വേണ്ടിയിട്ട് മീൻസ് ഇപ്പോൾ ഒരു ജോലി ചെയ്യുന്നവർ അല്ലെങ്കിൽ കുറച്ച് ചേച്ചിമാരും ചേട്ടന്മാരൊക്കെ ഇങ്ങനെ ഒരു ജസ്റ്റ് ഒരു രണ്ട് ലൈൻ എഴുതാന്നുള്ള രീതിയിൽ മാത്രം എന്ത് ചെയ്താൽ മതി, ജസ്റ്റ് പഠിച്ചു വെച്ചാൽ മതി. പക്ഷെ കുട്ടികളോടാണ് പ്രത്യേകിച്ച് എനിക്ക് പറയാനുള്ള, ഇനി ഒരു എക്സാം എഴുതാൻ പോകുന്നവരോടാണ് ഞാൻ പറയുന്നത്, നിങ്ങൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് അറിഞ്ഞിരിക്കേണ്ട ഒരു ഏരിയ തന്നെയാണ്. ഒരുപാട് ക്വസ്റ്റ്യൻ ബിറ്റിന്റെ വാല്യൂ ചോദിക്കാറുണ്ട്, ബൈറ്റിന്റെ വാല്യൂസ് ചോദിക്കാറുണ്ട്, കിലോ ബൈറ്റ് എത്രയാണെന്ന് ചോദിക്കാറുണ്ട്, ജിഗാബൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര MB-കൾ ചേർന്നതെന്നൊക്കെ ഉള്ള രീതിയിൽ എളുപ്പത്തിൽ നമുക്ക് കണ്ടുപിടിക്കാം. എന്ന് പറഞ്ഞാൽ ഒന്നും പഠിക്കാനില്ല ഇതിൽ. ഈ ആകെ പഠിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ഈ ഒരു സാധനമുള്ളൂ. കാരണം ബൈറ്റ് എന്ന് പറഞ്ഞാൽ 8 ബിറ്റാണ്. 8 ബിറ്റുകളാണ് ഒരു ബൈറ്റ്. ബാക്കിയൊക്കെ ബൈറ്റിലേക്ക് വരുന്നു. അപ്പോൾ 8 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ മൾട്ടിപ്പിൾസ് മാത്രമേ വരുള്ളൂ. അതുകൊണ്ട് 1000 എന്ന് പറഞ്ഞാൽ ഒരു ഏതെങ്കിലും ഒരു ക്വസ്റ്റ്യൻ കണ്ടാൽ ഉറപ്പായിട്ടുണ്ടാവും ഒരു ഓപ്ഷൻ A 1000 ആയിരിക്കും, ഓപ്ഷൻ D ആയിരിക്കും 1024 എന്ന് പറഞ്ഞുള്ള രീതിയിൽ വന്നിട്ടുണ്ടാവും. അപ്പോൾ ഓർത്തിരിക്കുക 1024 വരിക. ഇപ്പൊ നമ്മുടെ ഈ നെറ്റിന്റെ ഒക്കെ കാര്യം ഇതിപ്പോ ജസ്റ്റ് ഒന്ന് ഓർത്തിരിക്കാനൊക്കെ പണ്ടൊരു കഥയാണ് ഓർമ്മ വരുന്നത്. ഇപ്പോൾ നമ്മളൊക്കെ പണ്ടൊക്കെ, ഇപ്പോഴത്തെ കുട്ടികൾക്കൊന്നും അറിയണ്ടാവില്ല, നമ്മൾ പണ്ടൊക്കെ 1 GB നെറ്റും കൊണ്ടൊക്കെ
എന്താ പറയുക, ഒരു മാസം ഓടിച്ചുകൊണ്ടിരുന്ന ഒരു ടൈം ഉണ്ടായിരുന്നു. ഇപ്പോഴാണ് 2 GB പെർ ഡേ കിട്ടി കഴിഞ്ഞാൽ നമുക്ക് തികയാത്തൊരു കാലമൊക്കെ ഇപ്പോൾ വളരെ അടുത്തല്ലേ, ജിയോ ഒക്കെ വന്നതിന് ശേഷമല്ലേ വന്നേ. അപ്പോൾ അതിന് മുമ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 GB ഉണ്ടെങ്കിൽ നമുക്ക് ഒരു മാസത്തേക്ക് അടിപൊളിയായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ടൈം ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ വിചാരമൊക്കെ എന്ന് പറഞ്ഞാൽ ഇതൊക്കെ അറിയുന്നതിന് മുമ്പ് കുറേ പേരുടെയൊക്കെ വിചാരം ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ നമ്മുടെ ഫ്രണ്ട്സൊക്കെ കുറച്ച് പേരൊക്കെ പറയാറുണ്ട് 1 GB നെറ്റാണ് ഐഡിയൻ്റെ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമ്മൾ വിചാരിക്കും 1000 അപ്പോൾ ഏകദേശം ഒരു 28-ാം തീയതി 29-ാം തീയതി അല്ലെങ്കിൽ 20-ാം തീയതി കഴിയുമ്പോഴത്തേക്ക് ഈ നെറ്റിന് ഏകദേശം അങ്ങ് ബൗണ്ടറിയിൽ എത്തും. അപ്പോൾ എത്തിക്കഴിയുമ്പോൾ നമ്മളിപ്പോൾ കുറച്ച് നേരം ഒന്ന് ഫേസ്ബുക്കിൽ കയറി കഴിയുമ്പോൾ അപ്പം തന്നെ നെറ്റിൻ്റെ ബാലൻസ് ചെക്ക് ചെയ്യും. അപ്പോൾ നോക്കുമ്പോൾ ഇത്ര യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ പറയും 960 MB യൂസ് ആയിട്ടുണ്ട്, അല്ലെങ്കിൽ 990 MB യൂസ് ആയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ വിചാരം എന്തായി, ഇനിയിപ്പോൾ ഒരു 10 MB കൂടെ യൂസ് ചെയ്യാനുള്ളൂ, അല്ലെങ്കിൽ ഒരു 4 MB കൂടെ ഇനി തീരാനുള്ളൂ എന്നുള്ള രീതിയിലായിരിക്കും പിന്നീട് യൂസ് ചെയ്യുക. പക്ഷെ കുറച്ച് കഴിയുമ്പോൾ 1000 കഴിഞ്ഞിട്ടുണ്ടാവും. അത് കഴിഞ്ഞിട്ടും പിന്നെയും നമുക്ക് നെറ്റ് കിട്ടും, നെറ്റ് കട്ടാവില്ല. 1000 നമ്മുടെ വിചാരം 1000 കഴിഞ്ഞാൽ നെറ്റ് അപ്പോൾ കട്ടാവുന്നതാണ്. നമ്മൾ 1000 കഴിഞ്ഞ് കഴിയുമ്പോൾ ഇപ്പോൾ പഴയൊരു കണക്ക് വെച്ചിട്ടുണ്ടെങ്കിൽ 24 MB എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം എന്താ ചെയ്യുക, ഒരു 4-5 പാട്ടുകൾ കൂടി വേണമെങ്കിൽ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഡൗൺലോഡ് ചെയ്യാൻ പറ്റുന്ന സംഭവമുണ്ട്. നമ്മളെ നെറ്റ് തീർന്നു കഴിഞ്ഞ ശേഷം നമുക്കൊരു 4-5 പാട്ടും കൂടെ ഡൗൺലോഡ് ചെയ്യാന്ന് പറയുമ്പോൾ കുറേ പേര് പറഞ്ഞിട്ട് ഐഡിയനെ പറ്റിച്ചു എന്നുള്ള രീതിയിലൊക്കെ പറയാം. നമുക്ക് അഡീഷണൽ ആയിട്ട് കുറേ MB ഒക്കെ കൂടുതൽ കിട്ടി എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ പേരൊക്കെ ചിലപ്പോൾ നമ്മളിൽ തന്നെ ഞാൻ പറയുന്ന ഇപ്പം ഈ പെർ ഡേന്റെ കാര്യമൊന്നുമല്ല, തൊട്ട് മുമ്പുള്ളൊരു നമ്മളെ പോലെയുള്ള കുറച്ച് ഓൾഡ് ജനറേഷൻസിന് എന്തായാലും ഈ പറഞ്ഞ കാര്യം കത്തുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അങ്ങനെ ഒന്നല്ലെങ്കിൽ കുറച്ച് പേരൊക്കെ അങ്ങനെ ഒന്ന് പറ്റിക്കപ്പെട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഓർത്തിരിക്കുക, ഒരിക്കലും ഐഡിയനെ നമ്മൾ പറ്റിച്ചിട്ടില്ല എന്ന് പറഞ്ഞാൽ. ശരിക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1000 അല്ല, 1024 ആയാൽ മാത്രമാണ് 1 GB എത്തുള്ളൂ. ഓക്കെ, അപ്പോൾ ആ ഒരു ബേസിക് ആയിട്ടുള്ള കാര്യം ഒന്ന് ജസ്റ്റ് ഓർത്തിരിക്കുക. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ മെമ്മറിയിലേക്ക് വരാൻ. മെമ്മറി കഴിഞ്ഞു എന്നല്ല, മെമ്മറി നമ്മൾ ജസ്റ്റ് ഒരു മെമ്മറിന്റെ കാര്യത്തിൽ ഇപ്പോൾ പറയുകയാണെങ്കിൽ എന്താണെന്ന് മാത്രമേ പറഞ്ഞു. ABCD പഠിക്കുകയാണെങ്കിൽ അതിൽ എന്താണെന്ന് മാത്രമേ നമ്മൾ പഠിച്ചിട്ടുള്ളൂ. ഇപ്പോഴും മെമ്മറി എന്താണോ, അതിൽ പ്രൈമറി മെമ്മറി എന്താണെന്നോ സെക്കൻഡറി മെമ്മറി എന്താണെന്നൊന്നും നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടില്ല. അടുത്ത ക്ലാസ്സുകളിലായിരിക്കും അതിനെക്കുറിച്ചൊക്കെ പറയാം. അപ്പോൾ ഇപ്പോൾ ജസ്റ്റ് ഒന്ന് ഓർത്തിരിക്കാം. 3 കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത്. അതിലൊന്ന് കഴിഞ്ഞ ക്ലാസ്സിൽ CPU എന്ന് പറഞ്ഞപ്പോൾ മറന്നു പോയിട്ടുള്ള ഒരാളായിരുന്നു. പ്രൊസസ്സർ, പ്രോസസ്സിംഗ്, ഇവർ തമ്മിലുള്ള വ്യത്യാസം എന്താണെന്നൊന്ന് ജസ്റ്റ് ഒന്ന് ഓർത്തിരിക്കുക. പിന്നെ നമ്മൾ മെമ്മറിനെ കുറിച്ച് പറഞ്ഞു. ഡാറ്റകളെ സ്റ്റോർ ചെയ്ത് വെക്കാനുള്ള അല്ലെങ്കിൽ ഇൻഫർമേഷൻസിനെ സ്റ്റോർ ചെയ്ത് വെക്കുന്ന ഒരു ഏരിയനെയാണ് നമ്മൾ മെമ്മറി എന്ന് പറയുക. ആ സ്റ്റോർ ചെയ്യുന്ന സാധനത്തിനെ നമ്മൾ ഫയൽ എന്ന് വിളിക്കും. ആ ഫയലിന് നമ്മളൊരു പേര് കൊടുക്കും, അതിനെ ഫയൽ നെയിം എന്ന് പറയും. ആ ഫയൽ നെയിമിന് ഏത് ടൈപ്പ് ഓഫ് ഫയലാണെന്ന് തീരുമാനിക്കാൻ വേണ്ടിയിട്ട് ഒരു എക്സ്റ്റൻഷൻ ഉണ്ടാവും, അതിനെ ഫയൽ എക്സ്റ്റൻഷൻ എന്നാണ് പറയുക. കുറച്ച് എക്സാമ്പിൾ എന്നുള്ള രീതിയിൽ എക്സ്റ്റൻഷനും ഫയൽ നെയിമും വെച്ചിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു ഏരിയയാണ് മെമ്മറി യൂണിറ്റ്. ഓക്കെ അല്ലേ? അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ ഇതിനെക്കുറിച്ച്, മെമ്മറിനെ കുറിച്ച് ഒരു ബേസിക് എന്നുള്ള വളരെ ബേസിക് ആയിട്ടുള്ള നോളജ് എന്നുള്ള രീതിയിൽ പറയാനാണെങ്കിൽ. അപ്പോൾ ഈ കാര്യങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെക്കുക. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കലും ഒരു നോട്ട്, ഇതിനെക്കുറിച്ച് നോട്ടൊന്ന് ഓരോന്ന് കഴിഞ്ഞ് കഴിയുമ്പോൾ അതിനനുസരിച്ച് തരുള്ളൂ. അപ്പോൾ ഈ ഇന്നത്തെ ക്ലാസ്സിൽ ഒരു നോട്ട് ഓറിയന്റഡ് ആയിട്ടുള്ള കാര്യങ്ങളല്ല പറഞ്ഞിട്ടുള്ള ഒരു പൊതുവായിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ്. അപ്പോൾ ഇതിന് ആവശ്യമുള്ളവരാകുമ്പോൾ സ്വന്തമായിട്ടുള്ള ഒരു ചെറിയൊരു ഷോർട്ട് നോട്ട് ഇത് വെച്ചിട്ട് ഈ പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലായത് എന്ന് പറഞ്ഞാൽ അതിൽ കൂടുതലായിട്ടൊന്നും വേണ്ട, നിങ്ങൾക്ക് എന്താണോ മനസ്സിലായി അതൊന്ന് ജസ്റ്റ് എഴുതി വെക്കുക. ഓക്കെ ആണല്ലോ? അല്ലാണ്ട് ഞാൻ തരുന്ന നോട്ട് തന്നെ ഡിപ്പെൻഡ് ചെയ്യാതെ ഇപ്പം നിങ്ങൾക്ക് എന്താണെന്ന് മനസ്സിലായി നിങ്ങളുടേതായ രീതിയിൽ എഴുതിയാൽ മതി എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഒരു ഭാവിയിലേക്ക് ആവശ്യമുള്ളതാണെന്നുള്ള രീതിയിൽ മാത്രം, ഒരു എക്സാം ഓറിയന്റഡ് ആയിട്ട് ഇത് പഠിക്കുന്ന ആഗ്രഹമുള്ളവരാണെങ്കിൽ ഇത് ഒന്നും ഓർത്തിരിക്കേണ്ട കാര്യമില്ല. പക്ഷേ ഭാവിയിൽ നിങ്ങളൊരു കോമ്പറ്റേറ്റീവ് എക്സാമിന് പോകുമ്പോൾ ഒക്കെ വളരെ പ്രധാനപ്പെട്ട ഒരു സംഭവമാണ്. പിന്നെ മെമ്മറിനെ കുറിച്ച് അടുത്ത ക്ലാസ്സുകളിൽ പഠിക്കണമെങ്കിൽ ഈ സംഭവങ്ങളൊന്നും മനസ്സിലാവാണ്ട് പിന്നെ മെമ്മറി എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് നമുക്കൊരു ബേസ് തറ കെട്ടാണ്ട് വാർക്കാൻ പോയ പോലൊരു അവസ്ഥയായിരിക്കും. അപ്പോൾ നല്ല സ്ട്രോങ് ആയിട്ട് തന്നെ ഒരു ഫൗണ്ടേഷൻ ഉണ്ടാക്കിയെടുക്കുക. അപ്പോൾ എന്തെങ്കിലും ഡൗട്ടും കാര്യങ്ങളും ഉണ്ടെങ്കിൽ അടുത്ത ക്ലാസ്സിൽ എന്തെങ്കിലും മെസ്സേജ് അയക്കുകയോ അല്ലെങ്കിൽ എന്തെങ്കിലും വിളിക്കുകയോ എന്തെങ്കിലുമൊക്കെ ചെയ്യാം. അപ്പോൾ ബാക്കി നമുക്ക് അടുത്ത ക്ലാസ് ചെയ്യാം. ബൈ.